Hi friends, നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. സോ ഇൻഫ്രാസ്ട്രക്ചർ, വാട്ട് ഇസ് ഇൻഫ്രാസ്ട്രക്ചർ? ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വെച്ചാൽ അടിസ്ഥാന സൗകര്യങ്ങളെയാണ് നമ്മൾ എന്താ പറയുക, ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയാം. ഇസ്ന്റ് ഇറ്റ്? സോ ബേസിക് ഫെസിലിറ്റീസ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ എക്കോണമിയിൽ ഒരുപാട് ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. സോ ആക്ടിവിറ്റീസ് എല്ലാം നടക്കാൻ സഹായിക്കുന്ന കുറെ ഘടകങ്ങൾ വേണം. ദർ ഷുഡ് ബി ലൈക്ക് സപ്പോർട്ടിംഗ് ഫെസിലിറ്റി ഷുഡ് ബി ദർ, ഇസ്ന്റ് ഇറ്റ്? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ എക്കോണമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വലിയൊരു സംഭവമാണെന്ന് നമ്മൾ കണ്ടു, അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ. അപ്പൊ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്ത ക്രോപ്സ് വെറുതെ കീപ്പ് ചെയ്തിട്ട് കാര്യമുണ്ടല്ലോ, അത് മാർക്കറ്റിലെത്തി നമ്മൾ സെല് ചെയ്യണം. സോ മാർക്കറ്റിൽ എത്തിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി വേണം, ഇസ്ന്റ് ഇറ്റ്? സോ ദാറ്റ് ഇസ് എ പാർട്ട് ഓഫ് ദിസ് തിങ്. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയുടെ ഒരു ഭാഗമാണ്. എല്ലാം കൊണ്ട് നമുക്ക് വിദ്യാഭ്യാസം, ഓക്കെ, വിദ്യാഭ്യാസം ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയുടെ ഒരു ഭാഗമാണ്, അല്ലേ? ഹ്യൂമൻ ക്യാപിറ്റലിനെ വാർത്തെടുക്കുന്നതിന് സഹായിക്കുന്ന വലിയൊരു ഘടകമാണ് എന്ത് പറയുന്ന എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് സിസ്റ്റം, ആരോഗ്യ വ്യവസ്ഥ. സോ ആരോഗ്യ വ്യവസ്ഥ, ദാറ്റ് ഇസ് ഹെൽത്ത് സിസ്റ്റം, ഇസ് അഗെയിൻ എ പാർട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പൊ ഇതെല്ലാം എന്താണ്, ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഒരു ഭാഗമാണ്. സോ നമുക്ക് ഡീൽ ചെയ്യാം. സോ ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു സ്റ്റഡി ഇൻ ദിസ് ചാപ്റ്റർ. ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ കാര്യങ്ങളൊക്കെയാണ്. വാട്ട് ആർ ദ ബേസിക് തിങ്സ്, ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന, ബേസിക് ആയിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് സംതിങ് എൽസ്. മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടി ബേസിക് ആയിട്ട് നിലകൊള്ളുന്ന കാര്യങ്ങളെ പറ്റി നമ്മൾ പഠിക്കുകയാണ്. അവിടെ എക്കോണമിക് ആക്ടിവിറ്റീസിന് സപ്പോർട്ടിംഗ് ആയിട്ട് നിലകൊള്ളുന്ന ഒരുപാട് കാര്യങ്ങളെ പറ്റി പഠിക്കുകയാണ് നമ്മൾ എന്ത് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയിൽ നമ്മൾ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് അബൌട്ട് ഇൻഫ്രാസ്ട്രക്ചർ. ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആർ നത്തിങ് ബട്ട് സപ്പോർട്ടിംഗ് ഫെസിലിറ്റീസ് ടു സപ്പോർട്ട് സംതിങ് എൽസ് കൺസേണിംഗ് വിത്ത് എക്കോണമി ഹിയർ. ഇവിടെ നമ്മുടെ എക്കോണമിയുമായി ബന്ധപ്പെട്ട് എക്കണോമിക് ആക്ടിവിറ്റീസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരുപാട് ബേസിക് ആയിട്ടുള്ള സപ്പോർട്ടിംഗ് ഫെസിലിറ്റീസ് ആണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ജസ്റ്റ് എ മീനിങ് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ. ലെറ്റ്സ് സീ വാട്ട് ഓൾ ദ തിങ്സ് ആർ ദേർ ഇൻ ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, സോ നമുക്ക് കാണാം വാട്ട് ഈസ് ഇൻഫ്രാസ്ട്രക്ചർ, എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ. സോ നമ്മൾ കണ്ടു, ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബേസിക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഫെസിലിറ്റീസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ലെറ്റ്സ് സീ വാട്ട് ഇസ് ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് സപ്പോർട്ടിംഗ് സർവീസസ് ഇൻ ദ മെയിൻ ഏരിയാസ് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനും അഗ്രികൾച്ചർ പ്രൊഡക്ഷനും വേണ്ട ബേസിക് ആയിട്ടുള്ള സപ്പോർട്ടിംഗ് സർവീസസ് അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ഫെസിലിറ്റീസ് ഒരുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നു. സോ വാട്ട് ആർ ദീസ് ബേസിക് സപ്പോർട്ടിംഗ് ഫെസിലിറ്റീസ്? നമ്മൾ കണ്ടു, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ജി ഡി പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, മൊത്തം രാജ്യത്തിന്റെ വരുമാനം, അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രണ്ട് ഏരിയാസ് ആണ് എന്തൊക്കെ, അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. അപ്പൊ ഈ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ചെയ്യുന്നതിനും അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ചെയ്യുന്നതും ഇറ്റ്സ് ഓൾ റൈറ്റ്. പക്ഷേ അതെല്ലാം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സപ്പോർട്ടിംഗ് ഫെസിലിറ്റീസ് നമുക്ക് വേണം. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, സോ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആർ ദോസ് സപ്പോർട്ടിംഗ് ഫെസിലിറ്റീസ് കൺസേണിംഗ് വിത്ത് ഇന്ത്യൻ എക്കോണമി that are supporting what? എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന്റെയും അഗ്രികൾച്ചർ പ്രൊഡക്ഷനും വേണ്ടിയിട്ട് സപ്പോർട്ടായിട്ട് നിലകൊള്ളുന്ന ഒരുപാട് ഘടകങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സപ്പോർട്ടിംഗ് ഫെസിലിറ്റീസിനാണ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് സപ്പോർട്ടിംഗ് സർവീസസ് ഇൻ ദ മെയിൻ ഏരിയാസ് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ. ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചർ പ്രൊഡക്ഷന്റെ മെയിൻ ഏരിയാസിൽ സപ്പോർട്ടിംഗ് ഫെസിലിറ്റി കൊടുക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ, ഡൊമസ്റ്റിക് as well as foreign trade and commerce, not only in agriculture production or not only in industrial and agriculture production, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് as well as foreign trade ആൻഡ് കോമേഴ്സ്, അതായത് അഗ്രികൾച്ചർ പ്രൊഡക്ഷനും അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനും അതേപോലെ തന്നെ ഫോറിൻ ട്രേഡിനും അതേപോലെ തന്നെ ഡൊമസ്റ്റിക് ട്രേഡ് എന്ന് വെച്ചാൽ വിത്തിൻ ദ കൺട്രി, രാജ്യത്തിന്റെ അകത്ത് തന്നെ ട്രേഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡൊമസ്റ്റിക് ട്രേഡ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലേക്ക് ഒരു സാധനം കയറ്റി അയക്കുന്നു, അല്ലെങ്കിൽ സാധനം നമ്മൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഡൊമസ്റ്റിക് ട്രേഡ് വിത്തിൻ ദ കൺട്രി. ആൻഡ് ഫോറിൻ ട്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്സൈഡ്, അതായത് ഈ കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്ക് കയറ്റി അയക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ സാധനം എക്സ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്നു, ഇതിൽ ഫോറിൻ ട്രേഡിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ കോമേഴ്സ് എന്ന് വെച്ചാൽ വാണിജ്യം, ആക്ടിവിറ്റീസ്, കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ലൈക്ക് ബൈയിങ് ആൻഡ് സെല്ലിംഗ്, ഓൾ ദോസ് തിങ്സ് ആർ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ്. സോ ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ചെയ്യുന്ന ബേസിക് ഫെസിലിറ്റിയാണ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനും ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനും മെയിനായി, അതുപോലെ തന്നെ ഫോറിൻ ട്രേഡ്, അതേപോലെ ഡൊമസ്റ്റിക് ട്രേഡ്, കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ലൈക്ക് വാണിജ്യ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നിലകൊള്ളുന്ന സപ്പോർട്ടിംഗ് ഫെസിലിറ്റീസ് ആണ് വാട്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി. സോ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ആർ ദോസ് സപ്പോർട്ടിംഗ് ഫെസിലിറ്റീസ് വിച്ച് എനേബിൾസ് ഓൾ ദീസ് ആക്ടിവിറ്റീസ് ടു വർക്ക് പ്രോപ്പർലി. നല്ല രീതിയിൽ ഈ പറയുന്ന ആക്ടിവിറ്റീസ്, അതായത് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, ഫോറിൻ ട്രേഡ്, ഡൊമസ്റ്റിക് ട്രേഡ്, കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് എല്ലാം നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ബേസിക് ഫെസിലിറ്റീസിനെയാണ്, അല്ലെങ്കിൽ അതെല്ലാം ഒരുക്കി കൊടുക്കുന്ന ബേസിക് ഫെസിലിറ്റിയാണ് എന്ത്, ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ലെറ്റ്സ് സീ വാട്ട് ആർ ദ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ദാറ്റ് വി ആർ ഫെമിലിയർ വിത്ത്. This service includes, അതിൻ്റെ അകത്ത് what are the service? So basic services ആണെന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? So roads will be the railways, ports, airports and all. See,
All these things are included in infrastructure service. Say for example, നമ്മൾ agriculture production എടുക്കുകയാണ്. നമ്മൾ agricultural crops produce ചെയ്തു. പക്ഷെ produce ചെയ്തിട്ട് ഗോഡൌണിൽ കീപ്പ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ അത് അവിടെ എത്തിക്കണം, മാർക്കറ്റിൽ എത്തിക്കണം, അല്ലെങ്കിൽ കൺസംഷന് വേണ്ടി നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യണം. അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി വേണം. സോ ഏതൊക്കെ വേസിലാണ് ട്രാൻസ്പോർട്ടേഷൻ ഉള്ളത്? റോഡ് വേണം. ഏതർ റോഡ് വേസ് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ റെയിൽവേസ് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ പോർട്സ് ലൈക്ക് കപ്പൽ തുറമുഖങ്ങൾ വഴി നമ്മൾ കയറ്റി അയക്കാറുണ്ട് സാധനങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ എയർവേസ് പെട്ടെന്ന് എത്തേണ്ടതൊക്കെ ആണെങ്കിൽ നമ്മൾ വേറൊരു കൺട്രിയിലേക്ക് ഫോറിൻ ട്രേഡ് ഒക്കെ ആണെങ്കിൽ കൂടുതൽ നമ്മൾ എയർവേസ് ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, സോ ഇതെല്ലാം ട്രാൻസ്പോർട്ടേഷന്റെ ഭാഗമായിട്ട് വരുന്ന ഈ പറയുന്ന റോഡ്, റെയിൽവേസ് അല്ലെങ്കിൽ വാട്ടർ വേസ്, ഐ മീൻ പോർട്സ് ആൻഡ് ഓൾ, അതർവൈസ് എയർവേസ്, ഓൾ ദോസ് തിങ്സ് ആർ വാട്ട്? അതെല്ലാം എന്താണ്? എയർപോർട്ട് എന്ന് വെച്ചാൽ എയർവേസ് ആണ്, എയർവേസ് ട്രാൻസ്ഫർ. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ ഡാംസ്. ഇപ്പൊ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമില്ലേ, മുല്ലപ്പെരിയാർ ഡാം എന്നാണ് കൃഷിക്കൊക്കെ വേണ്ടിയിട്ട് ഇപ്പൊ തമിഴ്നാട്ടിലേക്കും ആ ഒരു അതിർത്തിയിൽപ്പെട്ട തമിഴ്നാട്ടിലേക്കും കേരളത്തിലേക്കും നമ്മൾ കാർഷിക വൃത്തിക്ക് വേണ്ടി ഒരുപാട് വെള്ളമൊക്കെ അതിൻ്റെ അകത്ത് എടുക്കുന്നുണ്ട്. സോ ഡാം ഇസ് ആൻ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി. അതായത് വെള്ളം നമുക്ക് നഷ്ടപ്പെട്ടു പോകാതെ നമ്മൾ കീപ്പ് ചെയ്ത് വെക്കുന്നു. സോ ഡാം ഇസ് എ പാർട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി. ഓക്കെ, നമുക്ക് ഒരുപാട് ഇപ്പൊ വെള്ളം അങ്ങനെ മഴയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് മേ നോട്ട് ബി നോയിങ്. പക്ഷെ തമിഴ്നാട്ടിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അവരൊക്കെ പൈസ കൊടുത്തിട്ടാണ് വാട്ടറൊക്കെ വാങ്ങുന്നത്. സോ ലൈക്ക് ഹാവിങ് എ ഡാം, സോ നമ്മുടെ ഡാമിൽ നിന്ന് മുല്ലപ്പെരിയാറിൽ നിന്ന് അവർ വെള്ളം എടുക്കുന്നുണ്ടല്ലോ. സോ ഈ ഡാം ഇസ് എ പാർട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി. ഓക്കെ, then power stations. So കറണ്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള പവർ സ്റ്റേഷൻ, ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി. ഇപ്പോൾ പവർ സ്റ്റേഷൻ ഇല്ലാന്ന് വിചാരിക്കുക. ഇപ്പൊ നമുക്ക് മൂലമറ്റം സിനിമയിലൊക്കെ കാണാറില്ല, മൂലമറ്റം പവർ സ്റ്റേഷൻ. സോ മൂലമറ്റം പവർ സ്റ്റേഷൻ ഇല്ലെങ്കിൽ നമുക്ക് കറണ്ട് കിട്ടുമോ? മൂലമറ്റം ഐ ഡോണ്ട് നോ മച്ച് അബൌട്ട് ദ പവർ സ്റ്റേഷൻ ദാറ്റ് വി ഹാവ്. പക്ഷേ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു മാത്രം. അപ്പോൾ പവർ സ്റ്റേഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇലക്ട്രിസിറ്റി നമുക്ക് ഉണ്ടാവില്ല. സോ അത് ഇലക്ട്രിസിറ്റി ഇസ് എ പ്രോഡക്റ്റ്. പക്ഷെ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പിന്നെ ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ പല ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻസ് ഒന്നും നടക്കില്ല, കമ്പനീസ് ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. എവ്രിവെയർ വി നീഡ് വാട്ട് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ബേസിക് ഫെസിലിറ്റി ഷുഡ് ബി ദർ, ഇസ്ന്റ് ഇറ്റ്? പവർ സ്റ്റേഷൻ ഷുഡ് ബി ദർ. So oil and gas pipeline again infrastructure ആണ്. ടെലികമ്മ്യൂണിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണല്ല, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദിസ് തിങ്, ഇറ്റ്സ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയുടെ ഭാഗമാണ്. ഇപ്പം നമ്മളൊരു ക്രോപ്പ് പ്രൊഡ്യൂസ് ചെയ്ത ക്രോപ്പ് മാർക്കറ്റിലേക്ക് കൊടുത്തയച്ചു. സോ 3 ദിവസമാണ് അതിന്റെ കാലാവധി. ഫോർ എക്സാമ്പിൾ തക്കാളി എന്ന് വിചാരിക്കും, ഒരു 3 ദിവസം കൊണ്ട് ചീഞ്ഞു, 3-4 ദിവസം കൊണ്ട് ചീഞ്ഞു വന്നൊരു സാധനമാണ്. നമ്മൾ കയറ്റി അയക്കുമ്പോൾ ഓൺ ടൈമിന് അത് അവിടെ എത്തിയെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? വിളിച്ചു നോക്കണം. ബൾക്ക് കണ്ടെയ്നറൊക്കെ ആണെങ്കിൽ നമ്മൾ കോൾ ചെയ്ത് നോക്കണം. സോ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി. ദെൻ സ്കൂൾസ് ആൻഡ് കോളേജസ്. സ്കൂൾസ് ആൻഡ് കോളേജസ് ഇസ് എ പാർട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി. അപ്പം നിങ്ങൾ വിചാരിക്കും അത് എങ്ങനെയാണ്, സ്കൂളിൽ നമ്മൾ ഫീ കൊടുക്കുന്നുണ്ടല്ലോ. പക്ഷേ ഗവൺമെന്റ് സ്കൂൾസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ, അല്ലെങ്കിൽ ഹ്യൂമൻ ക്യാപിറ്റൽ, അതായത് വ്യക്തിഗത മൂലധനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായ ഓവറോൾ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഗവൺമെന്റ് സ്കൂൾസ് ആൻഡ് എഡ്യൂക്കേഷണൽ ലൈക്ക് കോളേജസ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. സോ എഡ്യൂക്കേഷൻ സിസ്റ്റം, ബേസിക് എഡ്യൂക്കേഷൻ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുക ഇസ് അഗെയിൻ എ പാർട്ട് ഓഫ് വാട്ട്? ഇൻഫ്രാസ്ട്രക്ചർ. Health system, ആരോഗ്യ വ്യവസ്ഥ is a part of this infrastructure facility. That includes hospitals, sanitary system including clean drinking water facilities, and the monetary system including banks, insurance, and other financial institutions. So hospitals മാത്രമല്ല, പ്രോപ്പർ ആയിട്ടുള്ള സാനിറ്റൈസേഷൻ ഫെസിലിറ്റീസ്. ഇപ്പൊ നമ്മളൊക്കെ ചില സമയത്ത് ചില ടൗണിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മഴയൊക്കെ പെയ്യുമ്പോൾ വാട്ടർ ഒന്നും പുറത്തു പോകുന്നത് അങ്ങനെ കെട്ടിക്കിടക്കുന്നതാണ്. സോ പ്രോപ്പർ സാനിറ്റൈസേഷൻ ഫെസിലിറ്റീസ് ഇല്ല. അങ്ങനെ സാനിറ്റൈസേഷൻ ഫെസിലിറ്റി ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ കുറെ സാംക്രമിക രോഗങ്ങളൊക്കെ വരും. അങ്ങനെ രോഗങ്ങൾ വരുമ്പോൾ സോ ലൈക്ക് ഹ്യൂമൻ ക്യാപിറ്റലിന് അതൊരു ത്രെട്ടായിട്ട് മാറും. അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് ഇപ്പം റോഡൊക്കെ വെള്ളം കെട്ടിക്കിടന്ന പ്രോപ്പറായിട്ട് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ നടക്കില്ല. അപ്പം അതെല്ലാം പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് പ്രോപ്പർ സാനിറ്റൈസേഷൻ ഷുഡ് ബി ദർ. പ്രോപ്പർ സാനിറ്റൈസേഷൻ ഇസ് അഗെയിൻ എ പാർട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. പിന്നെ എല്ലാ ആളുകൾക്കും ശുദ്ധജലം ടു ഡ്രിങ്ക്, കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല വെള്ളം. സോ ദാറ്റ് ഇസ് എ പാർട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി. ദെൻ വെൻ ഇറ്റ് കംസ് ടു സർവീസസ്, ഫൈനാൻഷ്യൽ സർവീസസ് ലൈക്ക് ബാങ്ക്സ്, ഇൻഷുറൻസ് ആൻഡ് ഓൾ ദോസ് സർവീസസ് ആർ ഓൾസോ എ പാർട്ട് ഓഫ് വാട്ട്? ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി. കാരണം ബാങ്ക്സ് ഉണ്ടെങ്കിലേ ബിസിനസ്സുകാർക്ക്, ഐ മീൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനും അഗ്രികൾച്ചർ പ്രൊഡക്ഷനൊക്കെ പൈസ ഉണ്ടാവും. അപ്പോൾ പൈസ ഇസ് എ ബേസിക് തിങ്, ഇസ്ന്റ് ഇറ്റ്, ടു ഡു ദോസ് തിങ്സ്. സോ അപ്പോൾ ദിസ് ഇസ് അഗെയിൻ എ ബേസിക് ഫെസിലിറ്റി. അല്ലെങ്കിൽ പറയുന്ന പോലെ നമ്മൾ ചരക്കൊക്കെ കയറ്റി അയക്കുമ്പോൾ വലിയ തോതിലുള്ള റിസ്ക് സംഭവിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എയർവേസ് ഒക്കെ ആവുന്ന സമയത്ത് പ്ലെയിൻ ക്രാഷോ അങ്ങനെ വല്ലതും സംഭവിക്കാം. സോ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഓൺ ടൈമിന് അവിടെ എത്തിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പ്രോഡക്റ്റ് കേടായി പോകും, ചിലപ്പോൾ നല്ല ഡിലേയും വന്നു. അപ്പോൾ ബൾക്കായിട്ടുള്ള ലോസ് ആർക്ക് സംഭവിക്കും? ബിസിനസ് പീപ്പിളിന് സംഭവിക്കും. സോ ആസ് പാർട്ട് ഓഫ് ദാറ്റ് വി വിൽ ഫെസിലിറ്റേറ്റ് ഇൻഷുറൻസ് ഫെസിലിറ്റി ഫോർ ദോസ് റിസ്ക് ദാറ്റ് ദേ ആർ സഫറിങ്. അവർ സഫർ ചെയ്യുന്ന റിസ്കിന് നമ്മൾ എന്ത് ചെയ്യും? ഇൻഷുറൻസ് ഫെസിലിറ്റി ചെയ്തു കൊടുക്കും. സോ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് വാട്ട്? Infrastructure. So all these things will
constitute towards what? Infrastructure. So, we have a basic idea. So, infrastructure facility is agriculture production, industrial production, foreign trade, domestic trade, commercial activities, and basic facility is infrastructure. These infrastructure, health, education, transportation, again, the ways of transportation, roadways, airways, waterways, all those things will become there, and all these things are including in infrastructure. So I think നിങ്ങൾക്ക് basic ആയിട്ടുള്ള ഒരു idea കിട്ടി what is infrastructure is. Okay, so okay, you got a basic idea about infrastructure. പക്ഷേ like how, like we had seen what is, we just had seen like what is infrastructure നമ്മൾ കണ്ടു. അതേപോലെ തന്നെ ഒരുപാട് infrastructure facilities നമ്മൾ ഡിസ്കസ് ചെയ്തു, ഒരുപാട് examples of infrastructure facilities. But how we can categorize this infrastructure facility into two? രണ്ടായിട്ട് നമുക്കതിനെ segregate ചെയ്യാൻ പറ്റും, categorize ചെയ്യാൻ പറ്റും. Yes, we can categorize infrastructure facility into two different categories. They are economic infrastructure facility, whereas economic infrastructure facility are there, and social infrastructure facility are there. So which are there under economic infrastructure facility? Let's just see. Infrastructure associated with energy, transportation and communication are included in economic category. So infrastructure facility concerning with energy, energy, transportation and communication are included in the economic category. Okay, so transportation, energy, അതുപോലെ തന്നെ communication, നമ്മൾ കണ്ടു telecommunication, phone ഒക്കെ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ infrastructure facility എന്താണ്? Economic infrastructure facilities ആണ്. Okay, so those infrastructure facilities, they are those infrastructure facilities like energy, transportation and communication, they are what? Economic infrastructure facility എന്നാണ് നമ്മൾ പറയുന്നത്. On the other hand, when it comes to health, education and housing are included in social infrastructure facility. So infrastructure facility നമുക്ക് രണ്ടായിട്ട് categorize ചെയ്യാം. Economic infrastructure facility അതേപോലെ തന്നെ social infrastructure facility. Economic infrastructure facility include ചെയ്യുന്ന ഏതൊക്കെയാണ്? Energy, transportation and communication. And social infrastructure, സാമൂഹിക like social oriented infrastructure facility include ചെയ്യുന്ന health, education and housing. പാർപ്പിടം, ആരോഗ്യം അതേപോലെ തന്നെ വിദ്യാഭ്യാസം, ഈ മൂന്ന് കാര്യങ്ങളും എവിടെയാണ് include ചെയ്യുന്നത്? Social infrastructure are included. So infrastructure facilities are those activities or those basic facilities that are supporting for the doings of commercial activities, foreign trade, domestic trade, agricultural production and industrial production. It can be categorized into two heads: economic infrastructure and social infrastructure. Economic infrastructure consists of what? Economic infrastructure consists of energy, transportation and communication. On the other hand, the other one, that is societal oriented infrastructure or social infrastructure, consists of what? Like housing, health and education. Okay, so you got a basic idea, I think. So this is just an introduction about the concept infrastructure, just an introduction. We can deal with the other things related to this chapter. Okay. So relevance of infrastructure. I said infrastructure is this, infrastructure is supporting, but what is really the relevance of infrastructure? Why we need infrastructure? So ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. Without all these infrastructure facility, whether we will be able to do it properly? No, we are not able to do it properly. So for example, നമ്മൾ പ്രൊഡക്റ്റ് like agriculture products, crops cultivate ചെയ്തു, നമ്മളത് കീപ്പ് ചെയ്യണം. We are not selling it in the market. On ടൈമിന് നമുക്ക് എത്തിക്കണമെങ്കിൽ we need transportation facility. Transportation facility ഇല്ലെങ്കിൽ ഈ പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ ഓൺ ടൈമിന് മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റുമോ? ഓൺ ടൈമിന് മാർക്കറ്റിൽ എത്തിച്ചില്ലെങ്കിൽ നമുക്ക് വേണ്ട പറയുന്ന ഇതിന്റെ എന്താ പറയുക ബെനിഫിറ്റ് നമുക്ക് കിട്ടും ഇല്ല, നമുക്ക് വലിയ ലോസ് സംഭവിക്കും. സോ in order to eradicate those laws, we need infrastructure facility. So infrastructure facility has got a relevance. Okay, let's see what are the. So relevance of infrastructure. The efficient working of modern industrial economy depends on infrastructure. So modern industrial economy ഇന്നത്തെ ഒരു സിസ്റ്റം, ദാറ്റ് ഇസ് ഇൻഡസ്ട്രിയൽ സിസ്റ്റം, ഒരു മോഡേൺ ഇൻഡസ്ട്രിയൽ സിസ്റ്റത്തിന് വിത്തൗട്ട് ഇൻഫ്രാസ്ട്രക്ചർ വി കാൻ ഡു നത്തിങ്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റ് ചിലപ്പോൾ ഫോറിൻ ട്രേഡ് നമ്മൾ ചെയ്യേണ്ടതാണ്. ഫോറിൻ ട്രേഡ് ചെയ്യേണ്ട ഒരു എക്സ്പോർട്ട് ചെയ്യേണ്ട ഒരു സംഭവം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് ഇവിടെ കീപ്പ് ചെയ്തിട്ട് ഓൺ ടൈമിന് നമുക്ക് എത്തിക്കാൻ പറ്റിയില്ല. 2 ദിവസം കൊണ്ട് എത്തിക്കേണ്ട സാധനമാണെങ്കിൽ നമ്മൾ എയർവേസ് തന്നെ ട്രാൻസ്ഫർ ചെയ്യണം. നമുക്ക് എയർവേസ് ഫെസിലിറ്റി ഇല്ല. സോ നമുക്ക് അത് അന്നെങ്കിൽ ആ പ്രൊഡ്യൂസ് ചെയ്ത സംഭവം നമ്മൾ ലോസ് സഫർ ചെയ്യും, അല്ലെങ്കിൽ അത്തരം പ്രൊഡക്ഷനിലേക്ക് നമ്മൾ പോവില്ല, ബിസിനസ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യില്ല, നമുക്ക് രാജ്യത്തിന് വലിയൊരു എക്കണോമിക് ലോസ് തന്നെ അതുകൊണ്ട് സംഭവിക്കും. So, the efficient working of any modern industrial economy depends on infrastructure. Infrastructure-ലാണ് ഏത് മോഡേൺ ഇൻഡസ്ട്രിയൽ എക്കോണമിയുടെ ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഗ്രോത്ത് എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതിലാണ്, ഇൻഫ്രാസ്ട്രക്ചറിലാണ്. ഓക്കെ, modern agriculture also largely depending on it.
on it for speedy and large-scale transport of seeds, pesticides, fertilizers, and other produce using modern roadways, railways, and shipping facilities. So it is not only the case of industrial production. Industrial production മാത്രം കേസല്ല. നമ്മളിപ്പോൾ അഗ്രികൾച്ചറിൽ എടുത്തു കഴിഞ്ഞാലും ഇപ്പം വിത്തൗട്ട് ട്രാൻസ്പോർട്ടേഷൻ വിത്തൗട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി നത്തിങ് വിൽ ഹാപ്പൻ. ഒന്നും സംഭവിക്കില്ല. ഇപ്പം നമ്മൾ കണ്ടു, നമുക്കിപ്പോൾ ഓണം വന്ന സമയത്ത്, ഓണം ജസ്റ്റ് കഴിഞ്ഞോളല്ലേ, അപ്പോൾ ഓണം വന്ന സമയത്ത് ഒരുപാട് ഐറ്റംസ് നമുക്ക് തമിഴ്നാടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വന്നു. എസ്പെഷ്യലി അരി എല്ലാം വന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. സോ ആന്ധ്രയിൽ നിന്ന് അരി എത്തണമെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇത്ര ദിവസം കൊണ്ട്, മാർക്കറ്റ് ഇവിടെ സീസണൽ മാർക്കറ്റ് എപ്പോഴാണ് തുടങ്ങുക? ഓണം ചന്ത പ്രമാണിച്ച് ഇവിടെ സീസണൽ മാർക്കറ്റ് തുടങ്ങും. സോ സീസണൽ മാർക്കറ്റ് ആകുമ്പോഴേക്കും അവിടുന്ന് പ്രോഡക്റ്റ് ഇവിടെ എത്തണം. അവിടുന്ന് പ്രോഡക്റ്റ് ഇവിടെ എത്തണമെങ്കിൽ വാട്ട് വി നീഡ് ലൈക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി is needed, അല്ലെങ്കിൽ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി അത്യാവശ്യമാണ്. സോ അതില്ലാതെ സാധനം ഇവിടെ എത്തും. ഇറ്റ് വോണ്ട്. സോ മോഡേൺ അഗ്രികൾച്ചർ പ്രൊഡക്ഷനിലും ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി അത്യാവശ്യമാണ്. ദെൻ ബൾക്കായിട്ട് സാധനങ്ങൾ കയറ്റി അയക്കുന്ന സമയത്ത് ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് റുപ്പീസിന്റെ ഫാം പ്രൊഡക്റ്റ് ആയിരിക്കാം കേരളത്തിലേക്ക് അവർ കയറ്റി അയക്കുന്നത്. അപ്പൊ ആ സമയത്ത് റിസ്ക് ഉണ്ടായില്ല. കാരണം ഓൺ ടൈമിന് ഇതവിടെ എത്തിയിട്ടില്ലെങ്കിൽ ഇപ്പൊ തക്കാളി അല്ലെങ്കിൽ അതുപോലെ പച്ചക്കറിയൊക്കെ ആണെങ്കിൽ ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ റിസ്ക് ഉണ്ട്. സോ ദേ വിൽ ഇൻഷുർ ദാറ്റ്. സോ ഇൻഷുറൻസ് ഫെസിലിറ്റി ഇല്ലെങ്കിൽ ആ റിസ്ക് അവർക്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉണ്ടെങ്കിലേ മോഡേൺ അഗ്രികൾച്ചർ പ്രൊഡക്ഷനും സ്മൂത്ത് ആയിട്ട് നടക്കും. നമ്മൾ ജസ്റ്റ് നമ്മുടെ ഓണം കേസ് എക്സാമ്പിൾ ഒന്ന് ഓർത്താൽ മതി. ഓക്കെ, മോഡേൺ agriculture also largely depending on its speedy and large scale transport of seeds, pesticides, fertilizers. So not only like ആ പ്രോഡക്റ്റ് മാത്രമല്ല, അതേപോലെ സീഡ്സ് നമുക്കിപ്പം ഒരു ഹൈബ്രിഡ് സീഡ് ഉണ്ടെന്ന് വിചാരിക്കും, ഒരു പെർട്ടിക്കുലർ വിത്ത് ഒരു സ്ഥലത്തുണ്ട്, അത് വേറെ സ്ഥലത്തേക്ക് കയറ്റി അയക്കണമെങ്കിൽ ബൾക്ക് ക്വാണ്ടിറ്റി കയറ്റി അയക്കണമെങ്കിൽ ഇതിന് ട്രാൻസ്പോർട്ടേഷൻ, അല്ലെങ്കിൽ അതേപോലെ തന്നെ പെസ്റ്റിസൈഡ്സ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് ദി produce using modern road. So all these things can be possible only when infrastructure facility is there. Infrastructure facility is there. So especially the infrastructure facility, like വേറെ സ്റ്റേറ്റിലുള്ള സാധനം ഈ സ്റ്റേറ്റിലേക്ക് ഡൊമസ്റ്റിക് ട്രേഡ് വേസിൽ നമുക്ക് ഇവിടെ കിട്ടുന്നു, അല്ലെങ്കിൽ ഫോറിൻ കൺട്രിയിലുള്ള ഒരു സാധനം നമുക്ക് ഇവിടെ കിട്ടും. അപ്പൊ സൗദി അറേബ്യ നമുക്ക് നമ്മുടെ എന്താ പറയുക ഡേറ്റ്സ് കൂടുതലും പ്രൊഡ്യൂസ് ചെയ്യുന്നത് സൗദി അറേബ്യയിലാണ്. പക്ഷെ നമുക്ക് ഇവിടെ ഷോപ്പിൽ അത് വാങ്ങാൻ കിട്ടുന്നുണ്ട്. എങ്ങനെയാണത്? സോ ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഫോറിൻ ട്രേഡ്. അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റി അയക്കുന്നതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്നത്. അത് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ അത് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റി അയക്കുന്നതുകൊണ്ടാണ് ദാറ്റ് വി ആർ ഗെറ്റിംഗ് ഹിയർ. സോ ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ദാറ്റ്. ഓക്കെ, സോ അതിന് നമുക്ക് എന്ത് വേണം? നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി വേണം. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ലൈക്ക് ചിലപ്പോൾ ഡൊമസ്റ്റിക് ട്രാൻസ്ഫർ ആണെങ്കിൽ ഡൊമസ്റ്റിക് എയർവേസ്, റെയിൽവേ അല്ലെങ്കിൽ റോഡ് വേസ് ട്രാൻസ്പോർട്ടേഷൻ. ഫോറിൻ ട്രേഡ് ആണെങ്കിൽ എയർവേസ് അല്ലെങ്കിൽ വാട്ടർ വേസ് ട്രാൻസ്പോർട്ടേഷൻ വി നീഡ്. Okay, so all these facilities are part of what? Infrastructure facilities. So this modern agriculture production is also matter. There also infrastructure facility matters, isn't it? There is no question of why, but that matters. Okay. Then infrastructure contributes to economic development of country, both by increasing the productivity of the factors of production and improving the quality of life of its people. Infrastructure facility രണ്ട് രീതിയിൽ economic development സഹായിക്കുന്നുണ്ട്. Which are those ways? We can see. Okay, infrastructure contributes to the economic development of a country, both by increasing the productivity of the factors of production. Okay, നമ്മൾ നേരത്തെ കണ്ടാണ് while discussing the introduction for economics, നമ്മൾ കണ്ടു factors of production. ഒരു വസ്തു പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിഫറെന്റ് ഫാക്ടേഴ്സ് ആണത് അല്ലേ? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. സോ ഓൾ ദീസ് ആർ ഡിഫറെന്റ് ഫാക്ടേഴ്സ്. ഈ ഫാക്ടേഴ്സിന്റെ ഒക്കെ മാക്സിമം പ്രൊഡക്ടിവിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ എന്ത് വേണം? ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി വേണം. ലാൻഡ്, we need a land to produce. ലേബർ, ഒരു പക്ഷേ ലാൻഡ് ചീപ്പായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് എവിടെയാണ്? ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ ആണ്, ജസ്റ്റ് ഒരു കേസ് ഓഫ് എക്സാമ്പിൾ ആണ്. ലാൻഡ് ഏറ്റവും ചീപ്പ് കോസ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തമിഴ്നാടാണ് വിചാരിക്കുക. ഓക്കെ, അതേ സമയത്ത് ചീപ്പ് ലേബർ അവൈലബിൾ ആയിട്ടുള്ളത് ഒഡീഷയിൽ അല്ലെങ്കിൽ ജാർഖണ്ഡിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഫ്രം ജാർഖണ്ഡ് വി വാണ്ട് ടു ബ്രിങ് ലേബർ ഹിയർ ഇൻ കേരള അല്ലേ? ജാർഖണ്ഡിൽ നിന്ന് ചീപ്പ് കോസ്റ്റിലുള്ള ലേബേഴ്സിനെ നമ്മൾ തമിഴ്നാട്ടിലെ ലാൻഡിൽ എത്തിക്കണം ഫോർ പ്രൊഡക്ഷൻ. ഓക്കെ, അതേപോലെ തന്നെ നമുക്കൊരു ഓഫീസ് കൺസ്ട്രക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മെറ്റീരിയൽസ് വേണം. കോസ്റ്റ്ലെസ് ആയിട്ട് ഏറ്റവും ചെലവ് കുറച്ച് അവൈലബിൾ ആയിട്ടുള്ളത് എവിടെ നിന്നാണ്? പഞ്ചാബിൽ നിന്നാണ് വിചാരിക്കുക. സോ പഞ്ചാബ് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. സോ ഡിഫറെന്റ് ആയിട്ട് പല കോണ്ടിനെന്റിൽ കിടക്കുന്ന സാധനങ്ങൾ നമ്മളെല്ലാം കൂടി ഒരുമിച്ച് ചേർക്കുകയാണ് ഫോർ പ്രൊഡ്യൂസിങ് സംതിങ്. സോ ദാറ്റ് ഇസ് വാട്ട് ഹിയർ ഇറ്റ് മീൻസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. സോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മീൻസ് എനി ഫാക്ടേഴ്സ് ദാറ്റ് ആർ കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ടുവേർഡ്സ് പ്രൊഡക്ഷൻ, namely land, labor, capital and organization. Those factors want to be joined together. For that we need what? Infrastructure facility.
ഓക്കെ, ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ലൈക്ക് നമ്മൾ ഒഡീഷയിലോ അല്ലെങ്കിൽ ജാർഖണ്ഡ് കിടക്കുന്ന എംപ്ലോയീസിനെ നമ്മൾ ചീപ്പ് ലേബർ കോസ്റ്റ് കുറഞ്ഞ എംപ്ലോയീസിനെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി വേണം. അതേപോലെ തന്നെ അവരുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ നമ്മളാണ് നോക്കണം. സോ ഇറ്റ്സ് എ പാർട്ട് ഓഫ് വാട്ട്? ഇൻഷുറൻസ് ഇസ് എ പാർട്ട് ഓഫ് വാട്ട്? ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി. സോ ഇൻഫ്രാസ്ട്രക്ചർ കോൺട്രിബ്യൂട്ട്സ് ടു എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് എ കൺട്രി ബോത്ത് ബൈ ഇൻക്രീസിംഗ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. സോ ഏറ്റവും എഫിഷ്യന്റ് ആയ രീതിയിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ യൂസ് ചെയ്യാൻ എന്ത് സഹായിക്കുന്നുണ്ട്? ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി സഹായിക്കുന്നുണ്ട്. ദ ബെസ്റ്റ് വേ. സോ അതിന് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് ഇറ്റ്സ് പീപ്പിൾ. ഒരു എക്കോണമിയിലെ ആളുകളുടെ ജീവിത നിലവാരം, ലൈഫ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനും എന്ത് സഹായിക്കുന്നുണ്ട്? ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, സോ inadequate infrastructure can have multiple adverse effect on health. ഓക്കെ, സോ പ്രോപ്പറായിട്ട് ലൈക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഇല്ലാത്തൊരവസ്ഥയെന്ന് വിചാരിക്കുക. സോ അങ്ങനെയാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി പ്രോപ്പറായിട്ടില്ലെങ്കിൽ അത് അതിനൊരുപാട് അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാവും. എസ്പെഷ്യലി ദർ വിൽ ബി അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ മൾട്ടിപ്പിൾ അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ ഹെൽത്ത്. ആരോഗ്യ കാര്യങ്ങളിലും ഒക്കെ മൾട്ടിപ്പിൾ ആയിട്ട് അഡ്വേഴ്സ് എഫക്റ്റ് അതിനുണ്ടാവും. ഓക്കെ, ദാറ്റ് ഈസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു, ഫാമേഴ്സ് സംഭവം പ്രൊഡ്യൂസ് ചെയ്തു, പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു, ഓൺ ടൈമിന് മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റിയില്ല. അങ്ങനെ എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര പൈസ കിട്ടില്ല. സോ പൈസ കിട്ടിയില്ലെങ്കിൽ രാജ്യത്തിന്റെ മൊത്തം എക്കണോമിക് സംഭവം എന്താ പറയുക, ഇത് രാജ്യത്തിന്റെ ഒരു മേജർ കോൺട്രിബ്യൂട്ടറി ടു ദി GDP ഈസ് വാട്ട്? അഗ്രികൾച്ചറിലാണ്. അപ്പോൾ ഫാം പ്രോഡക്റ്റിന് വേണ്ട രീതിയിലുള്ള സംഭവങ്ങൾ കിട്ടിയില്ലെങ്കിൽ, റിട്ടേൺ കിട്ടിയിട്ടില്ലെങ്കിൽ അത് GDP അഡ്വേഴ്സ് ആയിട്ട് അഫക്ട് ചെയ്യും. GDP അഡ്വേഴ്സ് ആയിട്ട് അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ രാജ്യത്തിന്റെ മൊത്തം വരുമാനം കുറയുന്നതോടുകൂടി ആളുകളുടെ പെർ ക്യാപിറ്റ വരുമാനം കുറയുന്നു. പെർ ക്യാപിറ്റ വരുമാനം കുറയുന്നതോടുകൂടി ലിക്വിഡിറ്റി പ്രോബ്ലത്തിലേക്ക് നോക്കി ആളുകളുടെ കയ്യിൽ പൈസ ഇല്ലാത്ത അവസ്ഥ വരും. പൈസ ഇല്ലാത്ത അവസ്ഥ വരുന്ന സമയത്ത് ആളുകൾക്ക് വേണ്ട രീതിയിൽ ഭക്ഷണം വാങ്ങി കഴിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതേപോലെ തന്നെ ബേസിക് ആയിട്ട് എഡ്യൂക്കേഷൻ ഫെസിലിറ്റിക്ക് അവരുടെ കയ്യിൽ പൈസ ഉണ്ടായിക്കൊള്ളുന്നില്ല ചിൽഡ്രൻസിനെയൊക്കെ പഠിപ്പിക്കാൻ. അതേപോലെ തന്നെ ആരോഗ്യ കാര്യങ്ങൾ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. ഭക്ഷണം കിട്ടാത്ത ഒരാൾ എങ്ങനെയാണ് ഹെൽത്ത് ചെക്കപ്പിനെ പറ്റിയൊക്കെ ചിന്തിക്കുക? ലെറ്റ്സ് തിങ്ക് അബൌട്ട്. സോ നമുക്ക് നോർത്ത് ഇന്ത്യയിലേക്കും വെസ്റ്റ് ഇന്ത്യയിലേക്കും ഈസ്റ്റ് ഇന്ത്യയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അത് ഒരുപാട് കാണാൻ പറ്റും. ഓക്കെ, സോ വേണ്ട രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഇല്ലെങ്കിൽ it has got multiple adverse effect and obviously there will be adverse effect on health as well. That's all. So we were discussing about infrastructure facility and we had seen many varieties of infrastructure facility, examples of infrastructure facility and categorization of infrastructure into economic and social infrastructure facility. ഇതെല്ലാം നമ്മൾ കണ്ടു. But what we can do is we can check what exactly the state of infrastructure facility in India. Indian infrastructure facility എങ്ങനെയാണ്? But why? What is the requirement of checking that? It is very much important because നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിക് ഫെസിലിറ്റിയെ പറ്റി, എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയെ പറ്റി മനസ്സിലാക്കേണ്ടത് ആരാണ്? ദി യങ് ജനറേഷൻ അല്ലേ? എങ്കിലേ നമുക്ക് അതിന്റെ ഡെവലപ്മെന്റിനൊക്കെ വേണ്ടി നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നിൽക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ റീസൺ വൈ we are going to discuss it here, the state of infrastructure facility in India. Okay. Traditionally, the government has been solely responsible for developing the country's infrastructure. Okay. സോ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ പാരമ്പര്യമായിട്ട് നമ്മൾ ചെയ്തു വരുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയുടെ ഡെവലപ്മെന്റിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആരാണ്? ഗവൺമെന്റ് തന്നെയാണ്. സോ നമ്മൾ വിചാരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഓഫ് എ കൺട്രി ഓർ ആൻ എക്കോണമി ഈസ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡിങ് അപ്പോൺ whom? Those who are governing us, or the political party those who are governing us, or the government they are governing us. നമ്മളെ ഭരിക്കുന്ന ആളുകൾക്കാണ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയുടെ ഒരു ഡെവലപ്മെന്റിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം എന്നാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മൾ ചിന്തിച്ചിരിക്കുന്നത്. ഓക്കെ, but it was found that the government's investment infrastructure was inadequate. പക്ഷേ വാസ്തവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടി ഗവൺമെന്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് വാസ് നോട്ട് ദാറ്റ് മച്ച് ആഡിക്കേറ്റ്. അത്ര ആഡിക്കേറ്റ് ഒന്നുമല്ല. ആഡിക്കേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. സോ ഇന്ത്യയിലെ നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യ എക്കോണമി എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ എംപ്ലോയർ എന്ന് പറയുന്നത് ഗവൺമെന്റ് ആണ്. സോ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഈസ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഗവൺമെന്റ്. ദാറ്റ് ഈസ് വാട്ട് മെനി ഓഫ് ദ പീപ്പിൾ ആർ തിങ്കിങ്. പക്ഷേ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി പ്രൊപ്പൗണ്ടഡ് ബൈ ദ ഗവൺമെന്റ് ഇസ് നോട്ട് ദാറ്റ് മച്ച് ആഡിക്കേറ്റ്. അത്രമാത്രം എന്തല്ല? ആഡിക്കേറ്റ് അല്ല. ദ പ്രൈവറ്റ് സെക്ടർ ഓൾസോ in joint partnership with the public sector has started playing very important role in infrastructure development. So അതുകൊണ്ട് തന്നെ പബ്ലിക് സെക്ടറിന്റെ കൂടെ പ്രൈവറ്റ് സെക്ടറും ഓൾസോ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഡെവലപ്പിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അദാനി പോർട്ട് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ഈസ് എ പബ്ലിക് സെക്ടർ പ്രൈവറ്റ് സെക്ടറിലുള്ള ഒരു കമ്പനിയാണത്. ഇറ്റ്സ് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ബട്ട് ബിലോങ്സ് ടു പ്രൈവറ്റ് സെക്ടർ. അദാനി ഗ്രൂപ്പിന്റെ ഒരു കമ്പനിയാണ്. പക്ഷെ അവർക്ക് മുദ്ര പോർട്ട് ഉണ്ട്. So port is a part of infrastructure facility. So even though minor portion, not major portion of infrastructure facility is vested in the hands of the government, but minor portion of infrastructure facility is there with the hands of whom?
private sector people as well. So government in matram investment inadequate aanu, so that ഒരുപാട് private education institutions ഒക്കെ ഇല്ലേ, so it's a part of infrastructure development constituted by the private people contribute ചെയ്യുന്ന infrastructure ന്റെ ഭാഗമാണ് അത്. So the fact is, we are thinking infrastructure facilities completely depending upon the government, but government's investment is inadequate, so that private people also want to contribute towards that, and private people, they are doing it. So examine ഇതൊക്കെ എഴുതുമ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമ്പിൾ ഒക്കെ വെച്ച് മുദ്ര പോർട്ടിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. പോർട്ട് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ആണ്. മുദ്ര പോർട്ട് ഇസ് എ പോർട്ട് ബൈ എ പ്രൈവറ്റ് പേഴ്സൺ, അദാനി. ഓക്കെ, അദാനി ഗ്രൂപ്പ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോണിന്റെ ആണത്. Okay, so you can comment on those examples as well. അപ്പോൾ നമ്മുടെ ജനറൽ അവയർനെസ്സും കൂടി അവിടെ എക്സിബിറ്റ് ചെയ്യും. Okay, so the state of infrastructure facility in India is that. So we are thinking government want to invest completely on infrastructure, but government's investment is inadequate, so private people also coming into the picture. Private ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലേക്ക് വരുന്നുണ്ട് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട്. Okay, some economists have projected that India will become the third biggest economy in the world a few decades from now. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചൊരു 10-20-30 വർഷം കഴിയുമ്പോഴേക്കും ലോകത്തിലെ തേർഡ് ബിഗ്ഗസ്റ്റ് എക്കോണമി, ഏറ്റവും വലിയ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയായിട്ട് ഇന്ത്യ മാറുമെന്നാണ് നമ്മുടെ ഒരുപാട് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പ്രവചിച്ചിരിക്കുന്നത്. ഓക്കെ, for that to happen, India will and economic development to go hand in hand. പക്ഷെ അത് സംഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, എക്കണോമിക് ഡെവലപ്മെന്റ് സ്റ്റഡി ആൻഡ് പ്രോപ്പർ ആയിട്ട് നടക്കണം. നമ്മളിത് കോവിഡ് വരുന്നതിന്റെ മുന്നേ ഉള്ള പ്രഡിക്ഷൻ ആണ് ഈ പറയുന്നത്. കോവിഡ് വന്നതിന് ശേഷം ഒരുപാട് എക്കണോമിക് ഫ്ലക്ച്വേഷൻസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ കറൻസി വാല്യൂ ഒക്കെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ ദോ ഒരു സ്റ്റഡി ആൻഡ് സ്ലോ ഗ്രോത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്താണ് പറയാ, ഇന്ത്യ ഇവിടുന്ന് അങ്ങോട്ട് ഒരു 10-20-30 കുറച്ച് ഡിക്കാഡ്സ് കഴിയുമ്പോൾ എന്താവും, 10 വർഷത്തിന്റെ സെറ്റിനാണ് നമ്മൾ ഡിക്കാഡ് എന്ന് പറയുന്നത്. അപ്പൊ ഡിക്കാഡ്സ് കഴിയുമ്പോൾ, എത്ര ഡിക്കാഡ്സ് എന്ന് അവർ പറയുന്നില്ല, മോസ്റ്റ് പ്രോബബിളി ഒരു 10-20-30 വർഷം കഴിയുമ്പം ലോകത്തിലെ തേർഡ് ബിഗ്ഗസ്റ്റ് എക്കോണമി ആയിട്ട് ഇന്ത്യ മാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എക്കണോമിസ്റ്റുകളൊക്കെ പറയുന്നത്. പക്ഷെ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, എക്കണോമിക് ആക്ടിവിറ്റീസ് ഒക്കെ പ്രോപ്പറായിട്ട് സ്മൂത്ത് ആയിട്ട് ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് പോകണം, എങ്കിൽ മാത്രമേ ഇത് സംഭവിക്കൂ. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. സോ ദാറ്റ് ഈസ് ദ ഫാക്ട്. അപ്പൊ അതാണ് സംഭവം. അപ്പോൾ അത് സംഭവിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ 10-30 വർഷം കഴിയുമ്പോൾ ഞാനൊക്കെ വയസ്സായി പോകും, കുറേ ഞങ്ങളൊക്കെ കുറേ ഏജ്ഡാവും. അപ്പോൾ ആ സമയത്ത് ദ യങ് ജനറേഷൻ ദാറ്റ് ഈസ് യു, അല്ലെങ്കിൽ നിങ്ങളാണ് ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നടന്നത്. സോ ഇൻഡയറക്റ്റ് ആയിട്ട് വാട്ട് എക്കണോമിസ്റ്റ് ആർ സേയിങ് ഇസ്, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, ഹ്യൂമൻ ക്യാപിറ്റൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് യു ഷുഡ് ബി like a self-made person, self-reliant person, so that you can contribute to the development of your nation. So that is what they are saying, isn't it? Yeah. സോ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് പറ്റി കണ്ടു, അതിന്റെ കാറ്റഗറൈസേഷൻ കണ്ടു, അതിന്റെ റെലവൻസ് എല്ലാം കണ്ടു. ഇനി നമുക്ക് ഓരോ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും 1 by 1 ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ ഇസ് എനർജി. എനർജി ഇസ് എ പാർട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി. നമുക്ക് ഓരോന്നും ഡിസ്കസ് ചെയ്യാം. എനർജി ഇസ് എ ക്രിട്ടിക്കൽ ആസ്പെക്ട് ഓഫ് ദ ഡെവലപ്മെന്റ് പ്രോസസ് ഓഫ് എ നാഷൻ. It is, of course, essentially for industries. Energy is a critical aspect of the development process of a nation. ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് പ്രോസസ്സിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്താണ്, എനർജിയാണ്. സോ ഇലക്ട്രിസിറ്റി ഇസ് ആൻ എനർജി. കറണ്ട് ഇല്ലാതെ എല്ലാം നടക്കും. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഈ പറയുന്ന വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് കറണ്ട് വേണം. കറണ്ട് ഇല്ലെങ്കിൽ ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നു, കറണ്ട് ഇല്ലെങ്കിൽ, ചാർജ് ഇല്ലെങ്കിൽ ഫോൺ വർക്ക് ചെയ്യുന്നു. എല്ലാം പെട്ട വലിയ വലിയ കമ്പനീസ് എടുത്തു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ മെഷീൻ വർക്ക് ചെയ്യണം. മെഷീൻ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം, എനർജി വേണം. എനർജി വേണമെങ്കിൽ കറണ്ട് വേണം. അതേപോലെ തന്നെ പെട്രോളിയം, അതിൻ്റെ അകത്ത് ഓയിലൊക്കെ ഒഴിച്ചു ചേർക്കണ്ട, പെട്രോൾ ഉണ്ടെങ്കിൽ അങ്ങനെ കറങ്ങും. എല്ലാം പോട്ടെ, നമ്മൾ റോഡിലിറങ്ങി ഒരുപാട് വണ്ടി ഓടുന്നുണ്ട്, ഒരുപാട് ചരക്ക് വണ്ടീസ് ഒക്കെ ഓടുന്നുണ്ട്. വണ്ടി ഓടണമെങ്കിൽ എന്ത് വേണം, പെട്രോളിയം വേണം. ഇറ്റ്സ് എ പാർട്ട് ഓഫ് എനർജിയുടെ ഭാഗമാണ്. സോ എനർജി ഇസ് എ ക്രിട്ടിക്കൽ ആസ്പെക്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്തിനു വേണ്ടി, എക്കണോമിക് ഡെവലപ്മെന്റ് പ്രോസസ്സിന് വേണ്ടി. ഇറ്റ് ഇസ് ഓഫ് കോഴ്സ് എസെൻഷ്യൽ ഫോർ ഇൻഡസ്ട്രീസിനെ പറ്റി പറയുമ്പോൾ ഇറ്റ് പ്ലേസ് എ വൈറ്റൽ റോൾ. അതിന് ഭയങ്കര വൈറ്റൽ ആയിട്ടുള്ള റോൾ ഉണ്ട്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ, ബൾക്ക് സ്കെയിൽ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ മെഷീൻസ് വർക്ക് ചെയ്യണം. മെഷീൻസ് വർക്ക് ചെയ്യണമെങ്കിൽ മെഷീൻസിന് എന്ത് വേണം, എനർജി വേണം. സോ എനർജി ഈസ് very much essential for industrial production, and it plays a vital role in the development of the economy. Okay, so what are the sources of energy? There are commercial and non-commercial sources. എനർജിയെ പറ്റി പറയുമ്പോൾ വാണിജ്യപരമായിട്ടുള്ള സോഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ നോൺ കൊമേഴ്ഷ്യൽ സോഴ്സസും എന്തുണ്ട്, എനർജിക്ക് ഉണ്ട്, ഓഫ് എനർജി. ഓക്കെ, കൊമേഴ്ഷ്യൽ സോഴ്സസ് ആർ കോൾ, പെട്രോളിയം ആൻഡ് ഇലക്ട്രിസിറ്റി ആസ് ദേ ആർ ബോട്ട് ആൻഡ് സോൾഡ്. ഓക്കെ, സോ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഈ പറയുന്ന എനർജിയാണ് നമ്മൾ കൊമേഴ്ഷ്യൽ എന്ന് പറയും, കൊമേഴ്ഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്, കോൾ,
കൽക്കരി. കോൾ എന്ന് വെച്ചാൽ കൽക്കരിയാണ്. കൽക്കരി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കൽക്കരി നമ്മൾ എനർജി ഫോഴ്സിന് വേണ്ടി കൽക്കരി യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ പെട്രോളിയം പ്രൊഡക്ട്സ് നമ്മൾ കണ്ടു. പെട്രോളിയം ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. പമ്പില്ലെങ്കിൽ ഒരു വണ്ടി ഓടില്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ നടക്കില്ല. സോ ദാറ്റ് ഇസ് വെരി മച്ച് എസെൻഷ്യൽ. സോ കോൾ, പെട്രോളിയം ആൻഡ് ഇലക്ട്രിസിറ്റി പിന്നെ ഞാൻ പറയണ്ടല്ലോ, ഞാൻ ഇപ്പോൾ പറഞ്ഞോളൂ, ഞാനിവിടെ വർക്ക് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റിയിലാണ്. എന്ന് വെച്ചാൽ ഞാൻ കറണ്ടിൽ ഓടുന്നതല്ല, ഇതെല്ലാം ഷൂട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് എല്ലാം ഇലക്ട്രിസിറ്റിയാണ്. സോ commercial sources of infrastructure are those infrastructure facilities, they are bought and sold. വാങ്ങിയും വിൽക്കുകയും ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൊമേഴ്ഷ്യൽ സോഴ്സ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് കോൾ വരും, പെട്രോളിയം വരും, എനർജി ഇലക്ട്രിസിറ്റി വരും. ഓക്കെ. Non-commercial sources of energy are firewood, agricultural waste and dried dung. സോ അല്ലാത്ത സംഭവങ്ങൾ എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നോൺ കൊമേഴ്ഷ്യൽ എന്ന് പറയുന്നത് ഇപ്പം അഗ്രികൾച്ചറൽ വേസ്റ്റ് വരും. ഇപ്പം കൃഷി ചെയ്യുമ്പോൾ ഒരുപാട് വേസ്റ്റ് വരും. ആ വേസ്റ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി ബയോഗ്യാസ് പ്ലാന്റ് ഒക്കെ ഇല്ലേ, അപ്പം അതും ഒരു എനർജിയാണ്. പക്ഷെ അത് നോൺ കൊമേഴ്ഷ്യൽ, നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നില്ല. ഒഴിവാക്കിയ ഒരു സംഭവം എടുത്തുകൊണ്ട് വന്ന് നമ്മൾ ഫർദർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഡ്രൈഡ് ഡങ്, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് നോൺ കൊമേഴ്ഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി. അല്ലെങ്കിൽ ഫയർവുഡ്, ഇപ്പം ഫയർവുഡ് നമ്മൾ തീ ഇങ്ങനെ അടുപ്പ് കൂട്ടി കത്തിക്കാറില്ല, ഇപ്പം വിറകൊള്ളി വെച്ചിട്ട്. സോ അത് നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യണം. നമ്മൾ പറമ്പെന്നൊക്കെ എടുത്ത് കത്തിക്കാറല്ലേ സാധാരണ പതിവ്. സോ പക്ഷെ അതും ഒരു എനർജിയാണ്. ഭക്ഷണം വേണമെങ്കിൽ ആ എനർജി വേണം. സോ ആ എനർജി വേണമെങ്കിൽ എടുത്ത് കത്തിക്കണം. സോ പക്ഷെ അതിന് നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നില്ല. സോ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി. സോ അതിൽ ഫസ്റ്റ് ആണ് എനർജി. എനർജി എന്ന് പറയുന്നത് വളരെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ എനർജിയെ പറ്റി നമ്മൾ പറയുന്ന സമയത്ത് എനർജി തന്നെ കൊമേഴ്ഷ്യൽ ഉണ്ട്, അതേപോലെ നോൺ കൊമേഴ്ഷ്യൽ ഉണ്ട്. കൊമേഴ്ഷ്യൽ ദേ ആർ ബൈയിങ് ആൻഡ് സെല്ലിങ്, ലൈക്ക് വി ക്യാൻ ബോട്ട് ആൻഡ് സോൾഡ്, അങ്ങനെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാൻ പറ്റുന്ന എനർജി സോഴ്സിനെയാണ് നമ്മൾ കൊമേഴ്ഷ്യൽ എന്ന് പറയുന്നത്, കൊമേഴ്ഷ്യൽ എനർജി എന്ന് പറയുന്നത്. അതിൽ കോൾ, പെട്രോളിയം, ഇലക്ട്രിസിറ്റി വരും. നോൺ കൊമേഴ്ഷ്യൽ ഫയർവുഡ് വരും, ദെൻ ഡ്രൈഡങ് വരും, അതേപോലെ തന്നെ അഗ്രികൾച്ചറൽ വേസ്റ്റ് ഒക്കെ വരും. ഒരു ബയോഗ്യാസ് പ്ലാന്റിന്റെ എക്സാമ്പിൾ ഓർത്ത് വെക്കുക. ഓക്കെ. സോ കൊമേഴ്ഷ്യൽ സോഴ്സസ് ഓഫ് എനർജി ആർ ജനറലി exhaustible, while non-commercial sources are generally renewable. സോ നമ്മൾ കൊമേഴ്ഷ്യൽ സോഴ്സ് ഓഫ് എനർജി പറയുന്ന സമയത്ത് അത് എക്സോസ്റ്റബിൾ ആണ്, അത് തീർന്നു പോകും. ഇപ്പം നമ്മൾ പറയാറില്ല, പെട്രോളിയം പ്രോഡക്ട്സ് ഓൾമോസ്റ്റ് തീരാനായിട്ടുണ്ട്. പണ്ട് പെട്രോളിയം ശേഖരത്തിൽ ഒരുപാട് പണ്ട് ഉള്ള സംഭവങ്ങളാണ്. സോ പെട്രോളിയം പ്രോഡക്ട്സ് ഒക്കെ ഓൾമോസ്റ്റ് തീരാനായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പറയണ്ടേ, ഇലക്ട്രിസിറ്റി പാഴാക്കരുത് അല്ലേ. സോ ദീസ് തിങ്സ് ആർ എക്സോസ്റ്റബിൾ. അത് കംപ്ലീറ്റ് ആയി പോകാവുന്നതാണ്. ഏത് ഈ പറയുന്ന കൊമേഴ്ഷ്യൽ സോഴ്സ് ഓഫ് എനർജി ആർ ജനറലി എക്സോസ്റ്റബിൾ. അത് തീർന്നു പോകുന്നതാണ്. ഓക്കെ. അതുകൊണ്ടാണ് അതിന് ഡിമാൻഡ് ഉള്ളത്. ഇപ്പൊ തീരാത്തൊരു സാധനമാണെങ്കിൽ ഇത്രയും വില ഉണ്ടാവില്ലല്ലോ, ഇഷ്ടം പോലെ പ്രൊഡ്യൂസ് സെയിൽ ചെയ്യാം. പക്ഷെ പെട്രോളിയം പ്രോഡക്ട്സിന്റെ ഒക്കെ വില കൂടുന്നു. എന്താ, അതിന്റെ ഡിമാൻഡ് അത്രയും കൂടുന്നു. കാരണം ആ പ്രോഡക്റ്റ് എക്സോസ്റ്റബിൾ ആയി കംപ്ലീറ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. ആ റിസോഴ്സസ് അവിടെ അവൈലബിൾ ആയിട്ടുള്ള സമയം മാത്രമേ അത് നിലവുള്ളൂ. അത് കഴിഞ്ഞാൽ അത് എക്സോസ്റ്റബിൾ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. വൈൽ നോൺ കൊമേഴ്ഷ്യൽ സോഴ്സ് ആർ ജനറലി റിന്യൂവബിൾ. കൃഷി ചെയ്യുന്ന കാലത്തോളം കൃഷിയുടെ വേസ്റ്റും ഉണ്ടാവും. അതല്ലെങ്കിൽ തന്നെ ഫയർവുഡ്സ്, വിറകൊള്ളിയൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തിന് കാണുമല്ലോ. സോ വൈൽ നോൺ കൊമേഴ്ഷ്യൽ സോഴ്സസ് ആർ ജനറലി റിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ് നോൺ കൊമേഴ്ഷ്യൽ സോഴ്സസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക, ബയോഡിഗ്രേഡബിൾ അല്ലെങ്കിൽ ഈ ബയോഗ്യാസ് പ്ലാന്റിലേക്കൊക്കെ സ്വിച്ച് ചെയ്യാൻ വേണ്ടി പറയുന്നത്. കൂടുതലും ഈ ബൈയിങ് ആൻഡ് സെല്ലിങ് ആയിട്ടുള്ള തിങ്സ് വാങ്ങാതെ, ബോട്ട് ആൻഡ് സോൾഡ് തിങ്സ് വാങ്ങാതെ നമ്മൾ എന്ത് ചെയ്യുക, റിന്യൂവബിൾ എനർജി സോഴ്സിലേക്ക് സ്വിച്ച് ചെയ്യാം. സോ നമ്മുടെ ദിസ് തിങ് ദാറ്റ് ഈസ് നോൺ കൊമേഴ്ഷ്യൽ ആർ ജനറലി റിന്യൂവബിൾ. ഓൺ ദി അതർ ഹാൻഡ് കൊമേഴ്ഷ്യൽ സോഴ്സ് ആർ ജനറലി എക്സോസ്റ്റബിൾ, കംപ്ലീറ്റ് ചെയ്ത് പോകാവുന്നതാണ്. ഓക്കെ. നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി. അടുത്താണ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി. ഓക്കെ, ദാറ്റ് ഇസ് അനദർ ഹെഡ്. വാട്ട് ഇറ്റ് ഇസ്, ലെറ്റ്സ് സീ. Both commercial and non-commercial source of energy are known as conventional source of energy. There are three other sources of energy which are commonly termed as non-conventional sources: solar energy, wind energy and tidal power. So non-conventional source of energy നമ്മൾ കണ്ടു. ഇപ്പം ഒരു കാറ്റഗറൈസേഷൻ നമ്മൾ കണ്ടു, കൊമേഴ്ഷ്യൽ ആൻഡ് നോൺ കൊമേഴ്ഷ്യൽ. കൊമേഴ്ഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർന്നു പോകാവുന്ന, ബോട്ട് ആൻഡ് സോൾഡ് ചെയ്യാവുന്ന എനർജിയാണ് നമ്മൾ കൊമേഴ്ഷ്യൽ എന്ന് പറയുക. ഓൺ ദി അതർ ഹാൻഡ് റിന്യൂവബിൾ ആയിട്ടുള്ള, ബൈയിങ് ആൻഡ് സെല്ലിങ് നടക്കാത്ത, നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ലൈക്ക് അഗ്രികൾച്ചറൽ വേസ്റ്റ് അല്ലെങ്കിൽ ഫയർവുഡ്, ഡ്രൈ ഡങ്, ഇതൊക്കെ എന്താണ് നോൺ കൊമേഴ്ഷ്യൽ സോഴ്സ് ഓഫ് എനർജിയാണ്. ഈ കൊമേഴ്ഷ്യൽ ആൻഡ് നോൺ കൊമേഴ്ഷ്യൽ സോഴ്സ് ഓഫ് എനർജിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓൾ പുട്ട് ടുഗെദർ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി എന്ന് നമ്മൾ പറയുന്നത്. ഈ പറയുന്ന നോൺ കൊമേഴ്ഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ സോഴ്സ് ഓഫ് എനർജിയാണ്. ഓക്കെ. അതിന്റെ കൂടാതെ 3 other source of energy is also there. which are they? നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ഉണ്ട് നമുക്ക്. അതിൻ്റെ അത് വരുന്നതാണ് സോളാർ എനർജി, വിൻഡ് എനർജി ആൻഡ് ടൈഡൽ പവർ. ഇത് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജിയാണ്. സോ
ഓക്കെ സോളാർ. സോ നമ്മൾ കണ്ടു കൊമേഴ്ഷ്യൽ നമ്മൾ കണ്ടു കോൾ ഇലക്ട്രിസിറ്റി ആൻഡ് പെട്രോളിയം. പിന്നെ ഇതിലേക്ക് വരുന്ന സമയത്ത് നോൺ കൊമേഴ്ഷ്യൽ വരുന്ന സമയത്ത് റിന്യൂവബിൾ ആയിട്ടുള്ള നമ്മൾ കണ്ടു അഗ്രികൾച്ചറൽ വേസ്റ്റ് കണ്ടു, അതേപോലെ തന്നെ ഡ്രൈ ഡങ്ക് കണ്ടു, ഫയർവുഡ് കണ്ടു. ദെൻ ഇത് രണ്ടും കൂടി കൺവെൻഷൻ ആണ്. നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് സോളാർ എനർജി ഉണ്ട്, വിൻഡ് എനർജി ഉണ്ട്, ഈ കാറ്റാടി വിൻഡ് എനർജി നമ്മൾ അങ്ങനെ ഉത്പാദിപ്പിക്കുന്നതാണ്. ആൻഡ് ടൈഡൽ പവർ ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ എന്താണ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജിയിൽ വരുന്നതാണ്. ഓക്കെ, സോ പവർ ഓർ ഇലക്ട്രിസിറ്റി, എനർജിയിൽ ഫസ്റ്റ് വരുന്നതാണ് എന്ത്, പവർ ഓർ ഇലക്ട്രിസിറ്റി. വി ക്യാൻ ഡിസ്കസ് ഇറ്റ്. ഓക്കെ, so the most visible form of energy which is often identified with the progress in modern civilization is power. So modern civilization progress, modern civilization എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻസസ്റ്റേഴ്സിൽ നിന്ന് നമ്മൾ ഇത്രമാത്രം പ്രോഗ്രസ് ആയി, നമ്മളൊരു മോഡേൺ സിവിലൈസേഷൻ ആണ്. നമ്മുടെ ജനറേഷൻ, ഫ്യൂച്ചർ ജനറേഷൻ ഇതിലും സിവിലൈസ്ഡ് ആയിരിക്കും. ഇപ്പം ഞാനൊക്കെ 10th പഠിക്കുന്ന സമയത്ത് ഐ ഡോണ്ട് ഹാവ് ദിസ് ടച്ച് ഫോൺ അത്ര ഫെമിലിയർ അല്ല, പക്ഷെ ഇപ്പം നമ്മൾ ടച്ച് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. isn't it? സോ ഒരുപാട് മൈക്രോ കമ്പ്യൂട്ടേഴ്സ് പോലത്തെ ഒരു സംഭവമാണ് നമ്മുടെ ഫോൺ എന്ന് പറയുന്നത്. സോ മോഡേൺ സിവിലൈസേഷന് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ദ പവർ എനർജി. ഓക്കെ, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ദ മോസ്റ്റ് വിസിബിൾ ഫോം ഓഫ് എനർജി, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എനർജി ഫോം എന്താണ്, ഈ പറയുന്ന പവറാണ്. സോ ദ മോസ്റ്റ് വിസിബിൾ ഫോം ഓഫ് എനർജി വിച്ച് ഇസ് ഓഫൺ ഐഡന്റിഫൈഡ് വിത്ത് ദ പ്രോഗ്രസ് ഇൻ മോഡേൺ സിവിലൈസേഷൻ ഇസ് പവർ, commonly called electricity. So modern civilization പ്രോഗ്രസിന് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള, ഏറ്റവും വിസിബിൾ ആയിട്ട്, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എനർജി സോഴ്സ് എന്ന് പറയുന്ന പവർ ആണ്. അതിനെ നമ്മൾ ഇലക്ട്രിസിറ്റി എന്നാണ് നമ്മൾ ടേം ചെയ്യാറുള്ളത്. It is a critical component of infrastructure that determines the economic development of a country. Okay, ഇത് ഇൻഫ്രാസ്ട്രക്ചറിന്റെ വളരെ വലിയൊരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഇത് എക്കണോമിക് ഡെവലപ്മെന്റിന് ഭയങ്കര അധികം സഹായിക്കുന്നുണ്ട്. സോ നിങ്ങൾ ചിന്തിക്കും കറണ്ട് എങ്ങനെ സഹായിക്കുന്നു. സിമ്പിൾ ആയിട്ടൊന്ന് ചിന്തിച്ച് നോക്കുക. കറണ്ട് ഇല്ലെങ്കിൽ വല്ലതും നടക്കും. ഇപ്പം വണ്ടികളുടെ എല്ലാം ബാറ്ററിയിലുള്ളത് ഇലക്ട്രിസിറ്റിയാണ്, നമ്മുടെ എല്ലാം വീടുകളിലുള്ളത് ഇലക്ട്രിസിറ്റിയാണ്, പോട്ടെ കമ്പനികളെല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ ഇലക്ട്രിസിറ്റി വേണം. സോ വിതൗട്ട് ഇലക്ട്രിസിറ്റി നത്തിങ് വിൽ ഹാപ്പൻ. സോ ഏറ്റവും കൂടുതൽ വിസിബിൾ ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ എസെൻഷ്യൽ ആയിട്ടുള്ള എനർജി ഫോം ആണ് പവർ. എക്കണോമിക് ഡെവലപ്മെന്റ് ഇന്ത്യയിൽ വലിയൊരു കോൺട്രിബ്യൂഷനാണ് പവർ നടത്തുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി നടത്തുന്നത്. സോ electricity is quite essential for the development of the economic development. Okay, that are very much visible here in our economy. In all the economy it is visible. Okay, in India in 2016 the thermal source accounted for 67% of the power generation capacity. So 2016 thermal source of power generation ഉള്ള ഒന്നാണ് thermal source of power. ഏകദേശം 67% of the power generation capacity account ചെയ്തു. അതായത് 67% പവർ ജനറേഷന് 2016 കോൺട്രിബ്യൂട്ട് ചെയ്ത ആരാണ്, thermal source of energy generation ആണ് പവർ ജനറേഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഓക്കെ, hydel power accounted for 14%, while nuclear power accounted for only 2%. So നമ്മുടെ യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയിൽ 67% തെർമൽ പവർ ആണ്. അത് 2016 കണക്കനുസരിച്ച് 67% തെർമൽ പവർ ആണ്. ദെൻ 14% ഹൈഡൽ പവർ വരുന്നുണ്ട്. ദെൻ ന്യൂക്ലിയർ പവർ ഏകദേശം 2% വരുന്നുള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ എനർജിയെ പറ്റി നമ്മൾ പറയുന്ന സമയത്ത് പവർ ആൻഡ് ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇലക്ട്രിസിറ്റി ആൻഡ് പവറിന് തെർമൽ പവർ ഉണ്ട്, അതേപോലെ തെർമൽ വഴി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം, ജനറേറ്റ് ചെയ്യാം പവർ, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ടൈഡൽ പവർ വഴിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പവർ ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇന്ത്യൻ ഗവൺമെന്റ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുന്നത് എന്താണ്, so India's energy policy encourages two energy sources to produce the power or electricity, which are the hydel and wind. Hydel and wind source ആണ് കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നത്, ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം അത് റിന്യൂവബിൾ ആണ് പരമാവധി. ഓൺ ദി അതർ ഹാൻഡ് തെർമൽ സോഴ്സ് ആർ നോട്ട് ദാറ്റ് മച്ച് റിന്യൂവബിൾ അല്ല. അത് ചാൻസ് ഓഫ് ഇറ്റ് ക്യാൻ ബി എക്സോസ്റ്റബിൾ. കാരണം ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന എന്താണ്, ഹൈഡൽ ആൻഡ് വിൻഡ് ആണ് നമ്മുടെ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്നത്. സോ നമ്മൾ എനർജിയെ പറ്റി നമ്മൾ കണ്ടു. ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി വരുന്ന ഒരു സംഭവമാണ് ഇലക്ട്രിസിറ്റി, എനർജി. അതിൽ ഇലക്ട്രിസിറ്റിയെ പറ്റി നമ്മൾ ഡീൽ ചെയ്തു. ഇനി നമുക്ക് നോക്കാം സം ചാലഞ്ചസ് ഇൻ പവർ സെക്ടർ. നമുക്ക് കാണാം. ഇലക്ട്രിസിറ്റി നമ്മളൊരു എനർജി സോഴ്സ് ആണ്, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പൊ നമ്മൾ കണ്ട സമയത്ത് പവറിനെ പറ്റി നമ്മൾ പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ വിസിബിൾ ആയിട്ടുള്ള, അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു എനർജി സോഴ്സ് ആണ് അത് പവർ എന്ന് പറയുന്നത്. സോ പവർ സെക്ടറിലെ ചില ചലഞ്ചസ് വി ക്യാൻ ഡിസ്കസ് ഇറ്റ്. ഓക്കെ,
Some of the challenges that India's power sector faces today are India's installed capacity to generate electricity is not sufficient to feed an annual economic growth of 7 to 8%. നമ്മുടെ ഒരു ആനുവൽ എക്കണോമിക് ആനുവൽ എക്കണോമിക് ഗ്രോത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 7 to 8% ഓഫ് ഗ്രോത്ത് ആണ്. പക്ഷേ ആ 7 to 8% ഓഫ് ഗ്രോത്ത് മീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അതിനനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയിലേക്ക് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എന്ത് വേണം? എനർജി വേണം, പവർ വേണം. പക്ഷേ അതിന് വേണ്ട പവർ പ്രൊഡ്യൂസ് ചെയ്യാനും വേണ്ടി മാത്രമുള്ള ബേസിക് ഫെസിലിറ്റീസ് എന്തില്ല? നമുക്കില്ല. സോ സം ഓഫ് ദ ചലഞ്ചസ് ദാറ്റ് ഇന്ത്യാസ് പവർ സെക്ടർ ഫേസസ് ടുഡേ ആർ ഇന്ത്യാസ് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി. അതായത് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനുള്ള ഇന്ത്യയുടെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി, നിലവിലുള്ള ഇന്ത്യയുടെ കപ്പാസിറ്റി ടു പ്രൊഡ്യൂസ് ദ പവർ ഇസ് നോട്ട് മീറ്റിംഗ് ഔട്ട് ദ റിക്വയർഡ് എക്സ്പെക്ടേഷൻ ഓർ കൺസേണിംഗ് വിത്ത് ദ ഗ്രോത്ത് ഓഫ് ദി എക്കോണമി. എക്കോണമിക് ഗ്രോത്ത് ഒരു 7 to 8% ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് ആ ഗ്രോത്ത് മീറ്റ് ഔട്ട് ചെയ്യാനുള്ള എനർജി സോഴ്സ് നമ്മുടെ കയ്യിൽ വേണം. അതിനുള്ള ബേസിക് എനർജി സോഴ്സ് എന്തില്ല? നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല. സോ ദാറ്റ് ഇൻഅഡിക്വസി ഈസ് ബിക്കെയിം എ പ്രോബ്ലം. അതൊരു പ്രോബ്ലം ആവും. ഓക്കെ, സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, നമ്മുടെ KSEB ഒക്കെ ഒരു സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡാണ്, വിച്ച് ഡിസ്ട്രിബ്യൂട്ട് ഇലക്ട്രിസിറ്റി ഇൻക്യൂർ ലോസസ്, ഇലക്ട്രിസിറ്റി ആൻഡ് അതർ ഇൻഎഫിഷ്യൻസീസ്. ഓക്കെ, സോ നമ്മുടെ സ്റ്റേറ്റ് ബോർഡ് നമുക്ക് ഇലക്ട്രിസിറ്റി തരുന്നുണ്ട്. സോ ഇലക്ട്രിസിറ്റി ബോർഡ് വിച്ച് ഡിസ്ട്രിബ്യൂട്ട് ഇലക്ട്രിസിറ്റി ഇൻക്യൂർ ലോസസ്, നമുക്ക് ഇലക്ട്രിസിറ്റി നമുക്ക് തരുന്നുണ്ട്. ഇപ്പം KSEB ആണ് നമ്മുടെ ഇലക്ട്രിസിറ്റി, നമുക്ക് വേണ്ടി കറണ്ട് തരുന്ന ആരാണ്? ഇലക്ട്രിസിറ്റി തരുന്നത് KSEB, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് KSEB ആണ് തരുന്നത്. പക്ഷേ ഒരുപാട് സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഫേസസ് ലോസ്. ഓക്കെ, ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷന് വേണ്ടി മാസ് എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഓൺ ദി അതർ ഹാൻഡ് അതിന് കിട്ടുന്ന റവന്യൂ വെച്ച് അത് മീറ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. സോ these companies are facing loss സഫർ ചെയ്തുകൊണ്ട് ഇവർ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനും കൂടി മീറ്റ് ഔട്ട് ചെയ്യാനുള്ള ബൾക്ക് സ്കെയിലുള്ള പ്രൊഡക്ഷൻ ചിലപ്പോൾ നടന്നോളണമെന്നില്ല. അതുകൊണ്ട് തന്നെ എക്കണോമിക് ഗ്രോത്തിന്റെ 7 to 8% മീറ്റ് ഔട്ട് ചെയ്യാനും പറ്റാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് വൈദ്യുതി പാഴാക്കരുതെന്നൊക്കെ പറഞ്ഞ അഡ്വർടൈസ്മെന്റ് വരാറുണ്ട്. സോ അനാവശ്യമായിട്ട് എന്ത് ചെയ്യരുത്? വൈദ്യുതി പാഴാക്കരുത്. Okay, private sector power generators are yet to be play their role in major ways. So പബ്ലിക് സെക്ടർ ആണ്, ഗവൺമെന്റിന്റെ ഒരു കുത്തകയാണ് ഈ പറയുന്ന ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ തന്നെയും പ്രൈവറ്റ് സെക്ടർ പവർ ജനറേറ്റേഴ്സ് ആർ യെറ്റ് ടു പ്ലേ ദെയർ റോൾ ഇൻ എ മേജർ വേ. പ്രൈവറ്റ് സെക്ടറായിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ കണ്ടു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ട്രഡീഷണൽ ആയിട്ട് ഗവൺമെന്റിൽ വെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്നായിരുന്നു നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. ബട്ട് when it comes to private people, when they are also coming into the picture, ഒരു ഡെവലപ്മെന്റ് അത് എന്ത് ചെയ്യുന്നുണ്ട്? വളരെയധികം സഹായിക്കുന്നുണ്ട്, isn't it? So private sector ഉള്ള people also have to come for this, to the development of this energy sector in India, especially concerning with the power. Okay, so there is general public unrest due to high power tariff and prolonged power cuts in different parts of the country. നമുക്കും പവർ കട്ടിനെ പറ്റി ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ. പണ്ട് നമുക്ക് പവർ കട്ട് ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊക്കെ 10th പഠിക്കുന്ന സമയത്ത് പവർ കട്ട് ഉണ്ട്. ഞങ്ങളുടെ സ്കൂളിൽ നൈറ്റ് ക്യാമ്പ് നടക്കുന്ന സമയത്ത് രാത്രി 8 to 8:30 ഐ തിങ്ക് പവർ കട്ട് വാസ് there. സോ പക്ഷെ ഇപ്പൊ അതില്ല, പവർ കട്ടില്ല. സോ ഗവൺമെന്റിന്റെ പരസ്യമില്ല, പവർ കട്ടില്ലാത്ത 5 വർഷങ്ങളെന്ന് പറഞ്ഞിട്ട് അഡ്വർടൈസ്മെന്റ് ഞാൻ ഈ അടുത്ത് കാണാനുണ്ട്. So there is general public unrest due to high power tariff. പവറിന് ഇലക്ട്രിസിറ്റിക്ക് വലിയ രീതിയിലുള്ള താരിഫാണ് എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് പേ ചെയ്യണം. ഇലക്ട്രിസിറ്റി എടുക്കുന്നതിന് വലിയ രീതിയിലുള്ള താരിഫ് പേ ചെയ്യണം. അതും അതേപോലെ തന്നെ പല സമയങ്ങളിലുള്ള ലൈക്ക് പവർ കട്ട്സ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ കൺട്രി. സോ ഇതെല്ലാം ഒരു പ്രോബ്ലം ആയിട്ടുണ്ട്. സോ പെട്ടെന്ന് പവർ കട്ട് ഇത്ര നമുക്ക് ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 hour ഒക്കെ പവർ കട്ട് വരുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ അത്രയും സമയം വെറുതെ ഇരിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? പ്രൊഡക്ഷൻ അത്രയും കുറയും. പ്രൊഡക്ഷൻ അങ്ങനെ കുറയുന്ന സമയത്ത് അതിനനുസരിച്ച് ലോസ് വരും. ആ ലോസ് ഇറ്റ് വിൽ ബി ഇമീഡിയറ്റ്ലി റിഫ്ലക്റ്റഡ് ഇൻ GDP. ആ GDPയിൽ റിഫ്ലക്ട് ചെയ്യുമ്പോൾ എവിടെ വരും? പെർ ക്യാപിറ്റൽ ഇൻകത്തിൽ റിഫ്ലക്ട് ആവും. ഒബ്വിയസ്ലി ലിക്വിഡിറ്റി പ്രോബ്ലം ഉണ്ടാവും. സോ ഇതെല്ലാം ഇന്റർലിങ്ക്ഡ് ആണ്. So there is general public unrest due to high power tariff. പവറിന് നമ്മൾ ചാർജ് ചെയ്യുന്ന ഹൈ പവർ താരിഫ് ആയതുകൊണ്ട് വേണ്ട രീതിയിലുള്ള ഇലക്ട്രിസിറ്റി പർച്ചേസ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല കൊമേഴ്ഷ്യൽ പീപ്പിളിന്, എസ്പെഷ്യലി ഇൻഡസ്ട്രിയൽ പീപ്പിളിന്. അതേപോലെ തന്നെ പവർ കട്ടൊക്കെ വരുന്ന സമയത്ത് പ്രൊഡക്ഷനൊക്കെ അത് അഡ്വേഴ്സ് ആയിട്ട് അഫക്ട് ചെയ്യുന്നുണ്ട്. ഇത് അപ്പോൾ എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ്ലി ഇതെല്ലാം പറയുന്നത് പവർ കട്ട് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഹൈ രീതിയിലുള്ള താരിഫ് ചാർജ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? വേണ്ടത്ര സപ്ലൈ ഈ പ്രൊഡക്റ്റിന് ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഓക്കെ, thermal power plants which are the mainstay of India's power sector. Okay, so ഇന്ത്യയുടെ പവർ സെക്ടർ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ജനറേഷൻ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടു 2016 പ്രകാരം തെർമലാണ്. തെർമൽ കഴിഞ്ഞാൽ ഹൈഡൽ പവർ വരും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂക്ലിയർ വരും. പക്ഷെ തെർമലാണ് ഏറ്റവും കൂടുതൽ അക്കൗണ്ട് ചെയ്യുന്നത്. സോ
thermal power plants which are the mainstay of India's power sector. അത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് എക്സോസ്റ്റബിൾ ആണ്. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഓക്കെ. So that is about energy. Infrastructure facility ആദ്യം വരുന്നതാണ് എനർജി. സോ എനർജിയെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ കുറെ കാര്യങ്ങൾ കണ്ടു. കൊമേഴ്ഷ്യൽ സോഴ്സ് ഓഫ് എനർജി, നോൺ കൊമേഴ്ഷ്യൽ, പിന്നെ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി, നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി, പിന്നെ എന്തൊക്കെയാണ് എനർജി സെക്ടർ ഫോഴ്സ് ചെയ്യുന്ന കാര്യം. എനർജിയിൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ എനർജി നമ്മൾ ഡീൽ ചെയ്യുന്ന എന്താണ്? ഇലക്ട്രിസിറ്റിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിസിബിൾ ആയിട്ടുള്ള എനർജിയും ഇലക്ട്രിസിറ്റിയാണ്. പെട്രോൾ ഉണ്ടില്ല എന്നല്ല, പെട്രോളിയം ഈസ് ഓൾസോ ദർ, ബട്ട് ഇലക്ട്രിസിറ്റിയാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റി ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ് നമ്മൾ കണ്ടു, എല്ലാം നമ്മൾ കണ്ടു. സോ നെക്സ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, ഹെൽത്ത് ആൻഡ് സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, നമ്മുടെ രാജ്യത്തിന്റെ ആരോഗ്യപരമായ കാര്യങ്ങൾ. സോ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ആസ് കൺസേണിംഗ് വിത്ത് ഇൻഫ്രാസ്ട്രക്ചർ, ഹെൽത്ത് എങ്ങനെയാണ്, ഐ മീൻ ആരോഗ്യം ഏത് രീതിയിലാണ്, അതിൻ്റെ ഒരു സ്റ്റേറ്റ് നോക്കാം. സോ എനർജി സ്റ്റേറ്റ് നമ്മൾ കണ്ടു. എനർജി ഇങ്ങനെയൊക്കെയാണ്. 67% പ്രൊഡ്യൂസ് ചെയ്യുന്നത് തെർമലാണ്. അതിൽ തന്നെ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ കണ്ടു. ഇറ്റ്സ് ഓൾ റൈറ്റ്. വെൻ ഇറ്റ് കംസ് ടു ഹെൽത്ത്, ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ അവർ കൺട്രി? വൈ? ബിക്കോസ് വി വാണ്ട് നോ ദാറ്റ് ബിക്കോസ് വി ആർ ഇന്ത്യൻ സിറ്റിസൺസ്, isn't it? ഹെൽത്ത് ഇസ് എ വൈറ്റൽ പബ്ലിക് ഗുഡ് ആൻഡ് ബേസിക് ഹ്യൂമൻ റൈറ്റ്. ഓക്കെ, ശരിയാണ്. ആരോഗ്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അവൈലബിൾ ആണ്, പബ്ലിക് ഗുഡാണ്. പബ്ലിക് ഗുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അവൈലബിൾ ആവേണ്ട ഒരു കാര്യമാണ്. സോ isn't it? സോ അതൊരു വളരെ എല്ലാവർക്കും അവൈലബിൾ ആവേണ്ട ഒരു കാര്യമാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഹ്യൂമൻ റൈറ്റ്. നമുക്ക് വേണ്ട നമ്മുടെ മാനുഷിക അവകാശമാണ്. നമുക്കിപ്പോൾ രോഗം ഉണ്ടെങ്കിൽ വി ഹാവ് ടു ഗെറ്റ് ദ ട്രീറ്റ്മെന്റ്. ഓക്കെ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഹ്യൂമൻ റൈറ്റ്. ഹ്യൂമൻ റൈറ്റിന്റെ ഒരു ഭാഗമാണ്. Health is not only absence of disease, but also the ability to realize one's potential. What is health? Health, ആരോഗ്യം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? രോഗമൊന്നുമില്ലാത്തൊരവസ്ഥ. മോസ്റ്റ് പ്രോബബ്ലി പനിയായിരിക്കും നമുക്ക് രോഗമായിട്ട്. സോ രോഗമില്ലാത്തൊരവസ്ഥ മാത്രമല്ല ഹെൽത്ത് എന്ന് പറയുന്നത്. നമ്മുടെ കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം. എപ്പോഴാണ് നമ്മൾ കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ യൂസ് ചെയ്യുക? ഫോർ എക്സാമ്പിൾ, ഞാൻ വിശന്നിരിക്കുകയാണ്, ഞാൻ ഭയങ്കരമായിട്ട് വിശന്നിരിക്കുകയാണ്, എൻ്റെ കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഞാൻ എൻ്റെ വിശപ്പ് ഫുൾഫിൽ ചെയ്യാനേ നോക്കുന്നുണ്ട്. സോ ബേസിക് ആയിട്ടുള്ള അത് ഓക്കെ. അതേപോലെ തന്നെ എൻ്റെ കയ്യിലൊരു വൂണ്ടുണ്ട്, അതെനിക്ക് എന്താ പറയുക, അതൊന്ന് ബാൻഡേജ് ഇടണം. പക്ഷെ അതേ സമയത്ത് എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല, എനിക്ക് ഭക്ഷണം വാങ്ങാനുള്ള പൈസ പോലും എൻ്റെ കയ്യിലില്ല. സോ അങ്ങനെയാണെങ്കിൽ ഭക്ഷണം കഴിക്കാന്നല്ലാതെ അത് കഴിഞ്ഞിട്ടില്ല ഞാൻ ഇതൊന്ന് ബാൻഡേജിനെ പറ്റി ചിന്തിക്കും. അത്ര വലിയൊരു വൂണ്ടല്ല, ഒരു നോർമൽ വണ്ണാണ്. അത് ബാൻഡേജ് ഇട്ടില്ലെങ്കിലും ഒരാഴ്ച കൊണ്ട് ചിലപ്പോൾ ദർ ഇസ് എ ചാൻസ് ദാറ്റ് ഇറ്റ് വിൽ ഗോ. സോ പക്ഷെ ഇപ്പൊ എസെൻഷ്യൽ എന്താണ്? ഭക്ഷണം വാങ്ങി കഴിക്കുക എന്നുള്ളതാണ്. സോ കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ യൂസ് ചെയ്യണമെങ്കിൽ ഓൾ ദി അതർ ബേസിക് ഫെസിലിറ്റി ഷുഡ് ബി ദർ. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തിലേക്കും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. സോ ഹെൽത്ത് ഇസ് നോട്ട് ഓൺലി അബ്സെൻസ് ഓഫ് ഡിസീസ് ഇല്ലാത്തൊരവസ്ഥ മാത്രമല്ല ഹെൽത്ത്, ആരോഗ്യം എന്ന് പറയുന്നത്, ബട്ട് ഓൾസോ ദ എബിലിറ്റി ടു റിയലൈസ് വൺസ് പൊട്ടൻഷ്യൽ. ഒരാളുടെ പൊട്ടൻഷ്യൽ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെൽത്ത് അല്ലെങ്കിൽ ആരോഗ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ശാരീരിക ആരോഗ്യം മാത്രമല്ല മാനസികാരോഗ്യം, ദാറ്റ് ഇസ് മെന്റൽ ഹെൽത്ത് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. Okay, health is the holistic process related to the overall growth and development of the nation. ഒരു നാഷന്റെ ഓവറോൾ ഗ്രോത്തിന് വേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് എന്തെന്ന് പറയുന്നത് ഇപ്പൊ ഹെൽത്ത് എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അധികമാണ്. കാരണം നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കൺട്രികളിലൊന്നാണ് ഇന്ത്യ എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ഡെവലപ്മെന്റ് ഇസ് കംപ്ലീറ്റ്ലി വെസ്റ്റേൺ ഓൺ ദ യങ് ജനറേഷൻ. ഓക്കെ, ഒരിക്കൽ റിപ്പബ്ലിക് ഡേ സ്പീച്ചിന് ബറാക് ഒബാമ ഇന്ത്യയിൽ വന്ന സമയത്ത് he commented on India's young generation. അദ്ദേഹം ഇന്ത്യയുടെ യങ് ജനറേഷനെ പറ്റി കമന്റ് ചെയ്തിരുന്നു. അദ്ദേഹം നമ്മൾ അഡ്രസ് ചെയ്തത് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ എന്നാണ് ഒബാമ ഇവിടെ വന്ന സമയത്ത് നമ്മൾ അഡ്രസ് ചെയ്തത്. ഓക്കെ, സോ ഹെൽത്ത് ഇസ് ദ ഹോളിസ്റ്റിക് പ്രോസസ് റിലേറ്റഡ് ടു ദ ഓവറോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ നാഷൻ. ഒരു രാജ്യത്തിന്റെ കംപ്ലീറ്റ് ഡെവലപ്മെന്റിന് വേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണെന്ന് പറയുന്നത് അവിടുത്തെ ആളുകളുടെ ഹെൽത്ത് അല്ലെങ്കിൽ ആരോഗ്യം. ഐ സെഡ് ബോത്ത് മെന്റൽ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ഇസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. സോ മെന്റൽ ഹെൽത്തും അതേപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്തും എന്താണ്? ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ development of health infrastructure ensures a country of healthy manpower for the production of goods and service. ഒരു രാജ്യത്തിന്റെ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനും സർവീസ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഹ്യൂമൻ ക്യാപിറ്റൽ വേണം. അല്ലെങ്കിൽ ആ രാജ്യത്തെ എല്ലാ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസും ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ഹ്യൂമൻ ക്യാപിറ്റൽ വേണം. സോ ഹ്യൂമൻ ക്യാപിറ്റലിന്റെ ഹെൽത്ത് ഇസ് വെരി മച്ച് എസെൻഷ്യൽ for the development of the country. Okay, so that is just about the overview of health. Okay, health, so the state of India. So
Health infrastructure includes hospitals, doctors, nurse and other paramedical professionals, beds, equipment required in hospitals and well-developed pharmaceutical industry. So, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടോ നമ്മൾ അസസ് ചെയ്യേണ്ടതാണ്. ബട്ട് ഒരു ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഹെൽത്ത് സിസ്റ്റം എന്ന് പറയുന്ന സമയത്ത് അവിടെ ഈ പറയുന്ന ഘടകങ്ങളെല്ലാം പ്രോപ്പർ ആയിട്ടുണ്ടായിരിക്കണം. ഹോസ്പിറ്റൽസ് ഉണ്ട്, ഡോക്ടേഴ്സ്, ഓഫ് കോഴ്സ് ഹോസ്പിറ്റൽസിൽ ഡോക്ടേഴ്സ് വേണം, നഴ്സസ് വേണം ആൻഡ് അതർ പാരാമെഡിക്കൽ പ്രൊഫഷണൽസ് വേണം. ഓക്കെ, അതേപോലെ തന്നെ ബെഡ് വേണം, എക്യുപ്മെന്റ് വേണം. അപ്പം അതേപോലെ തന്നെ ബെഡും എക്യുപ്മെന്റ്സ് ഒക്കെ വേണം. ഓക്കെ, അതേപോലെ തന്നെ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് വേണം. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് എന്ന് വെച്ചാൽ മെഡിസിൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് വേണം. നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഡിസീസിന് ചികിത്സിക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ബെഡ്സ്, എല്ലാ രോഗികൾക്കും അക്കോമഡേറ്റ് ചെയ്യാൻ പാകത്തിന് ബെഡ് ഫെസിലിറ്റീസ് വേണം, അല്ലെങ്കിൽ ബേസിക് സാനിറ്റൈസേഷൻ ഫെസിലിറ്റീസ് വേണം, എല്ലാം വേണം. പക്ഷെ നമ്മൾ സർക്കാർ ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് കുറെ പേര് നിലത്തൊക്കെ കിടക്കുന്ന കാണാറുണ്ട്. സോ അതാണ് ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞതൊക്കെ ഇറ്റ് ഈസ് ഫോർ എ പെർഫെക്റ്റ് സിസ്റ്റം. പക്ഷെ ആ പെർഫെക്റ്റ് സിസ്റ്റം ഇവിടെ ഉണ്ടോ എന്ന് just you have a look on your surroundings. Okay, the government has the constitutional obligation to guide and regulate all health related issues. So health related ആയിട്ടുള്ള എല്ലാ ഇഷ്യൂസും റെഗുലേറ്റ് ചെയ്യാൻ ആർക്ക് റൈറ്റ് ഉണ്ട്? ഗവൺമെന്റ് റൈറ്റ് ഉണ്ട്. ഇപ്പം കോവിഡ് വന്ന സമയത്ത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആണ് ഈ കാര്യങ്ങളൊക്കെ, ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ഹെൽത്ത് മിനിസ്ട്രിയാണ്. ഹെൽത്ത് മിനിസ്ട്രി ഈസ് പാർട്ട് ഓഫ് ദി ഗവൺമെന്റിന്റെ ഭാഗമാണ്. സോ ഗവൺമെന്റ് ഈസ് ഹാവിംഗ് ദ കംപ്ലീറ്റ് റൈറ്റ് ടു റെഗുലേറ്റ് ദ ഹെൽത്ത് റിലേറ്റഡ് ആസ്പെക്ട്സ്. ഓക്കെ, അല്ലെങ്കിൽ ഇഷ്യൂസ്. ഓക്കെ, such as medical education കൊടുക്കുന്ന ഗവൺമെന്റ് മെഡിക്കൽ കോളേജസ് ഉണ്ട്. അതേപോലെ തന്നെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജസ് കൊടുക്കുകയാണെങ്കിൽ കൂടി അതിന് ഗവൺമെന്റിന്റെ അപ്രൂവൽ വേണം. അതർവൈസ് ഇറ്റ് വോണ്ട് ബി മെഡിക്കൽ ഡിഗ്രീസ് ഇൻ മെഡിസിൻ, ഐ മീൻ ബാച്ചലർ ഓഫ് മെഡിസിൻ, ബാച്ചലർ ഓഫ് സയൻസ്, ഐ തിങ്ക്. ആ ഡിഗ്രി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, MBBS ഡിഗ്രി. സോ MBBS, MD, MS, എവറിത്തിങ് ഇസ് ദർ. സോ ഐ ഡോണ്ട് നോ മച്ച് അബൌട്ട് ദാറ്റ്. അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല. സോ ദ ഗവൺമെന്റ് ഹാസ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻ ടു ഗൈഡ് ആൻഡ് റെഗുലേറ്റ് ഓൾ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് സച്ച് ആസ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, അഡൾട്രേഷൻ ഓഫ് ഫുഡ്, ഡ്രഗ്സ് ആൻഡ് പോയിസൺ, മെഡിക്കൽ പ്രൊഫഷൻ, വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്, മെന്റൽ ഡെഫിഷ്യൻസി ആൻഡ് ലുനാസി. ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യാനുള്ള, ബേസിക് റെഗുലേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ഗവൺമെന്റിനുണ്ട്. സോ മെഡിക്കൽ എഡ്യൂക്കേഷൻ, പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലുള്ള മെഡിക്കൽ എഡ്യൂക്കേഷൻ കൊടുത്താലേ നല്ല നല്ല ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് ഉണ്ടാവും. സോ അതിനുള്ള റൈറ്റ് ഉണ്ട്. ദെൻ അഡൾട്രേഷൻ ഓഫ് ഫുഡിൽ മായം ചേർത്ത് കഴിഞ്ഞാൽ അത് ഇൽ ഹെൽത്തിലേക്ക് ആളുകളെ നയിക്കും. സോ ലൈക്ക് ഫുഡ് അഡൾട്രേഷൻ, സോ അത് ഗവൺമെന്റ് റെഗുലേറ്റ് ചെയ്യുന്നത്, അത് പാടില്ല. ഓക്കെ, അങ്ങനെ ഫുഡ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ട്. സോ ഡ്രഗ്സ് ആൻഡ് പോയിസൺ, ഡ്രഗ്സും പോയിസണും വന്ന് അതും ഇൽ ഹെൽത്തിലേക്ക് നയിക്കും. സോ ദാറ്റ് ഓൾസോ ഗവൺമെന്റ് ഇസ് കൺട്രോളിങ്. ആന്റി നർക്കോട്ടിക് സെൽ, നർക്കോട്ടിക് ബ്യൂറോ are there to control that. മെഡിക്കൽ പ്രൊഫഷൻ കൺട്രോൾ ചെയ്യുന്നുണ്ട് പ്രോപ്പർ ആയിട്ട്. വ്യാജ ഡോക്ടർമാരൊക്കെ ഉണ്ടാവുമല്ലോ. സോ ദാറ്റ്സ് ഇറ്റ്. ദെൻ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതുമായിട്ട് റിലേറ്റഡ്. ഇപ്പോൾ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും നല്ല സാങ്കേതിക, ഇപ്പോൾ എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് നമ്മുടെ കോവിഡ് റേറ്റ് ആണ്. ഇൽ ഹെൽത്ത് ആയിട്ടുള്ള പീപ്പിൾസിനെ റിപ്പോർട്ട് ചെയ്യുന്നു, ഇത്ര കോവിഡ് കേസ് എന്ന് വന്നു. ഇറ്റ്സ് എ പാർട്ട് ഓഫ് മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ഹെൽത്ത്, ലൈക്ക് those people, they are concerned with health regulation. Okay, mental deficiency and lunacy. So not only physical health എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഫിസിക്കൽ ഹെൽത്ത് ആണ്, പക്ഷെ മെന്റൽ ഹെൽത്ത് ഇസ് ഓൾസോ മാറ്റർ. ലൈക്ക് ലുനാസി, ദാറ്റ് ഇസ് അല്ലെങ്കിൽ എന്താ പറയുക, മെന്റൽ ഹെൽത്ത് ഇസ് ഓൾസോ എ പാർട്ട് ഓഫ് ദിസ് ഹെൽത്ത് സിസ്റ്റം. Okay, so that is about health infrastructure facility, the basic health infrastructure facility that we can see in India. Okay, the union government evolves board policies and plans through the Central Council of Health and Family Welfare. So Central Council of Health and Family Welfare looda union government, that is central ministry, central government, ipo Modi government, the union government evolves board policies and plans. ഒരുപാട് പ്ലാൻസും പോളിസീസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽത്ത് സിസ്റ്റത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് സെൻട്രൽ കൗൺസിൽ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ വഴി ഒരുപാട് പോളിസീസും പ്ലാൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അറ്റ് ദ വില്ലേജ് ലെവൽ എ വെറൈറ്റി ഓഫ് ഹോസ്പിറ്റൽസ്, technically known as primary health centers, have been set up by the government. ഇപ്പോൾ വില്ലേജ് ലെവലിൽ ഗ്രാമങ്ങളിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ഗ്രാമങ്ങൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ട്. പ്രോപ്പർ ഹോസ്പിറ്റൽസ് അല്ല, ബട്ട് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ട്. ഇപ്പം എൻ്റെ നാട്ടിലൊക്കെ ഹെൽത്ത് സെന്റർ ഉണ്ട്. ഓരോരോ വില്ലേജ് അല്ലെങ്കിൽ പഞ്ചായത്തിലൊക്കെ ഓരോ ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോപ്പർ ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ നടത്താൻ വേണ്ടി, ലീസ്റ്റ് കോസ്റ്റിൽ ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ള കുറഞ്ഞ ചെലവിൽ എന്ത് ചെയ്യും? ഗവൺമെന്റ് ഈ ഹെൽത്ത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതാണ് ഈ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്. ഇന്ത്യ ലാർജ് നമ്പർ ഓഫ് ഹോസ്പിറ്റൽസ് റൺ ബൈ voluntary agencies and other private sectors.
Okay. So India നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ലാർജ് നമ്പർ ഓഫ് ഈ സംഭവം ദാറ്റ് ഈസ് ഹെൽത്ത് കെയർ റൺ ബൈ ഹൗ പബ്ലിക് സെക്ടർ ഹെൽത്ത് കെയർസ് ഒരുപാടുണ്ട്, പക്ഷെ ഒരുപാട് പ്രൈവറ്റ് സെക്ടർ ഹെൽത്ത് പീപ്പിൾ ആർ ഓൾസോ ദർ ലൈക്ക് അപ്പോളോ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്. സോ ഇതെല്ലാം പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ സം വളണ്ടറി ചാരിറ്റബിൾ ഓർഗനൈസേഷൻസും എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റൽസ് റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ. In recent times, private sector has been playing a dominant role in medical education and training, medical technology and diagnostics, manufacture and sale of pharmaceutical etc. So, recent times, ഈ അടുത്ത കാലത്ത് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ private sector has been playing a dominant role. ഒരു വലിയ റോൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് സെക്ടർ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇൻ മെഡിക്കൽ എഡ്യൂക്കേഷനിൽ വലിയ റോൾ, മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിൽ എന്ത് ചെയ്യുന്നുണ്ട്, വലിയ റോൾ ആരെടുക്കുന്നുണ്ട്, പ്രൈവറ്റ് എഡ്യൂക്കേഷൻ എടുക്കുന്നുണ്ട്. ഓക്കെ. So, dominant role in medical education and training, medical technology and diagnostics, and manufacture and sale of pharmaceutical etc. So, ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഗവൺമെന്റിനോടൊപ്പം അല്ലെങ്കിൽ ഗവൺമെന്റിനേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് സെക്ടർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ എന്തൊക്കെയാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, മെഡിക്കലായിട്ട് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ട് their dominant role in medical education, ആരോഗ്യകരമായിട്ടുള്ള ലൈക്ക് മെഡിക്കൽ എഡ്യൂക്കേഷൻ ലൈക്ക് MBBS kind of things, ആ എഡ്യൂക്കേഷൻ ഫെസിലിറ്റി ഇൻ പ്രൈവറ്റ് മെഡിക്കൽ കോളേജസ്. ഓക്കെ. ആൻഡ് ട്രെയിനിങ്, ദെൻ മെഡിക്കൽ ടെക്നോളജി ആൻഡ് ഡയഗ്നോസ്റ്റിക്സ്. ഇപ്പം നമ്മൾ കാണാം ചില രോഗങ്ങളൊക്കെ ഡയഗ്നോസ് ചെയ്യാൻ നമ്മൾ മെഡിക്കൽ കോളേജിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ഫെസിലിറ്റി ഉണ്ടായിക്കൊള്ളുന്നില്ല, പക്ഷേ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അതിന് വേണ്ട ഫെസിലിറ്റീസ് ഉണ്ടാവും. സോ medical technology and diagnostics, manufacture and sale of pharmaceuticals like medicines produce ചെയ്യുക, അത് സെയിൽ ചെയ്യുക, ഇതെല്ലാം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് സെക്ടേഴ്സ് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. isn't it? ലൈക്ക് ഇപ്പം നമ്മൾ TV തുറക്കുന്ന സമയത്ത് മോഹൻലാലിന്റെ ഒരു പരസ്യമില്ലേ, മാൻകൈൻഡ് ഫാർമ ഇസ് എ പ്രൈവറ്റ് ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ കമ്പനി. സോ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മെഡിസിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഗവൺമെന്റിനോടൊപ്പം ഗവൺമെന്റിനേക്കാൾ ഉപരി പ്രൈവറ്റ് സെക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽത്ത് സിസ്റ്റത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. Owing to the liberalization measures, many non-resident Indians and industrial and pharmaceutical companies have set up super specialty hospital to attract India's rich and medical tourists. So ലിബറലൈസേഷന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടു ഒരുപാട് റെഗുലേഷൻസ് ഒക്കെ ലിബറലൈസ് ചെയ്തുകൊണ്ട് ഒരുപാട് റെസിഡൻസും അല്ലെങ്കിൽ നോൺ റെസിഡന്റ് ഇന്ത്യൻസും അല്ലെങ്കിൽ ഒരുപാട് ഫോറിൻ കമ്പനീസോ അല്ലെങ്കിൽ നോൺ റെസിഡന്റ് ഇന്ത്യൻസ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഫാർമസ്യൂട്ടിക്കൽ അല്ലെങ്കിൽ ഒരുപാട് നോൺ റെസിഡന്റ് ഇന്ത്യൻസ് അല്ലെങ്കിൽ ഒരുപാട് ഇൻഡസ്ട്രിയൽ ഫാർമസ്യൂട്ടിക്കൽ പീപ്പിൾ ദാറ്റ് ഈസ് ബൾക്ക് സ്കെയിലിൽ ഈ പറയുന്ന ഫാർമസ്യൂട്ടിക്കൽ ഐറ്റംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ ഈ പറയുന്ന പോലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് ടു അട്രാക്ട് ഇന്ത്യസ് റിച്ച് ആൻഡ് മെഡിക്കൽ ടൂറിസ്റ്റ്. മെഡിക്കൽ ടൂറിസ്റ്റിനെയും അതേപോലെ തന്നെ റിച്ച് ആയിട്ടുള്ള ആളുകളെയും അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിക്കൽ ഫെസിലിറ്റി ആര് ചെയ്യുന്നുണ്ട്, ലിബറലൈസേഷൻ വന്നതോടുകൂടി ഒരുപാട് ഫെസിലിറ്റി കിട്ടിയതുകൊണ്ട് തന്നെ ഈ പറയുന്ന റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ മെഡിക്കൽ ടൂറിസ്റ്റിനെയും റിച്ച് ആയിട്ടുള്ള ആളുകളെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് ചെയ്യുന്നു, നോൺ റെസിഡന്റ് ഇന്ത്യൻസും അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഫാർമസ്യൂട്ടിക്കൽസും എല്ലാം ഈ പറയുന്ന മെഡിക്കൽ ഫെസിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ, ഇന്ത്യയിലെ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ അല്ലെങ്കിൽ മെഡിസിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ മരുന്നുകളൊക്കെ. സോ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇറ്റ് ഇൻക്ലൂഡ് 6 സിസ്റ്റംസ്. ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിനിൽ ആകെ 6 സിസ്റ്റംസ് ആണുള്ളത്. ആകെ മീൻസ് 6 സിസ്റ്റംസ്, 6 സിസ്റ്റം ആണുള്ളത്. ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ന്യൂറോപ്പതി ആൻഡ് ഹോമിയോപ്പതി. ഈ 6 സിസ്റ്റമാണ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിനിലുള്ളത്. ഓക്കെ. അലോപ്പതി ഇതിലില്ല. അലോപ്പതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മരുന്നൊക്കെ അലോപ്പതിയാണ്. ഇറ്റ് ഇസ് നോട്ട് ദയർ. അപ്പൊ അത് പുറത്തുനിന്ന് ഒന്നാണ്. ഓക്കെ. നമുക്കുള്ളത് ആയുർവേദം ഉണ്ട്, യോഗയുണ്ട്, യോഗ ഇപ്പോൾ ഭയങ്കര ട്രെൻഡാണ്, യുനാനി ഉണ്ട്, സിദ്ധവൈദ്യം ഉണ്ട്, ന്യൂറോപ്പതി ഉണ്ട് ആൻഡ് ഹോമിയോപ്പതി, ആയുഷ്. സോ ഇതാണ് 6 മെഡിസിൻ റിലേറ്റഡ് സിസ്റ്റം ഇൻ ഇന്ത്യ. So Indian system of medicine have huge potential and can solve a large part of our healthcare problems because they are effective, safe and inexpensive. So നമ്മുടെ ഈ 6 ലൈക്ക് മെഡിസിൻസിന് അല്ലെങ്കിൽ ഈ പറയുന്ന ഈ സിസ്റ്റം ഓഫ് മെഡിസിൻ, ഈ 6 സിസ്റ്റം ഓഫ് മെഡിസിൻസിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് വളരെ ഇൻഎക്സ്പെൻസീവായി വളരെ എഫക്റ്റീവായ രീതിയിൽ എന്ത് ചെയ്യും, ഹെൽത്ത് കെയർ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സഹായിക്കും.
Okay, so നമുക്ക് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ട്രഡീഷൻ ഉണ്ട്. നമുക്ക് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിനിൽ പ്രധാനപ്പെട്ടും 6 രീതിയിലുള്ള മെഡിസിൻ സിസ്റ്റം ആണുള്ളത്. ആയുർവേദ ഈസ് ദ യോഗ, യുനാനി, സിദ്ധ, ന്യൂറോപ്പതി ആൻഡ് ഹോമിയോപ്പതി. ഇത് വളരെ എഫക്റ്റീവായിട്ട് ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ഹെൽത്ത് കെയർ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള സിസ്റ്റമാണ്. ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ദ റിച്ച് ട്രഡീഷൻ ഓഫ് ഹെൽത്ത് ട്രഡീഷൻ ഓഫ് ഇന്ത്യ. Okay. So that is health and state of health infrastructure. We were discussing about all these things. So we completed the state of healthcare infrastructure. So നമ്മുടെ മെഡിസിൻ സിസ്റ്റത്തിനെയൊക്കെ പറ്റി കണ്ടു നമുക്കുള്ള. നമുക്ക് എന്ത് ചെയ്യാം? Indicators of health and health infrastructure, a critical appraiser. So health infrastructure ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. Okay. What are the indicators of health infrastructure? The health status of a country can be assessed through indicators. So, ഒരു കൺട്രിയുടെ ഹെൽത്ത് സ്റ്റാറ്റസ്, ആ കൺട്രി റിലേറ്റഡ് ടു ഹെൽത്ത്, ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട് ഹെൽത്തി ആണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ചില ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് നമുക്ക് അസസ് ചെയ്യാം. ഓക്കെ, സച്ച് ആസ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, നവജാത ശിശുക്കളുടെ മരണം, അത് കൂടുതലാണെങ്കിൽ ആ രാജ്യത്തിന്റെ ഹെൽത്ത് സിസ്റ്റം അത്ര പോരാ. ആൻഡ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, ഇപ്പം കുട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് തന്നെ അമ്മ മരിക്കുന്നു. സോ maternal mortality is also a part of that. Life expectancy, life expectancy India, I think around 70, I think 65 to 70, think so, I don't know much about that. പക്ഷേ ലൈഫ് എക്സ്പെക്ടൻസി കൂടുതലാണെങ്കിൽ എന്താണ്, അത്രയും കാലം ഒരാളുടെ ആയുസ് പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കുന്നു. സോ it shows the healthiness of the health system. ആരോഗ്യകരമായിട്ടുള്ള ഒരു ആരോഗ്യ സംവിധാനം രാജ്യത്തുണ്ടെന്ന് ഉറപ്പാക്കുന്ന സംഭവമാണ്. ഓക്കെ. And nutrition level. Okay, life expectancy and nutrition level എന്ന് വെച്ചാൽ പോഷകാഹാരം. Then along with the okay, so life expectancy and nutrition level along with the incidence of communicable and non-communicable diseases. നമുക്ക് തുറന്നു പറയാൻ പറ്റുന്നതും തുറന്നു പറയാൻ പറ്റാത്തതും ആയിട്ടുള്ള ഡിസീസസിന്റെ ഒരുപാട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിസീസസ് ഉണ്ടല്ലോ. സോ ആ ഡിസീസസിന്റെ ഒക്കെ ഒരു കുറവ്, ഇതെല്ലാം ഒരു നല്ല ഹെൽത്ത് സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്യും. സോ ഹെൽത്ത് സിസ്റ്റത്തിനെ അപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. ആ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം നോക്കിയിട്ട് നമുക്ക് പറയാം ആ രാജ്യത്തിന്റെ ഹെൽത്ത് സിസ്റ്റം പ്രോപ്പർ ആണോ അല്ലയോ. അതിൽ വരുന്നത് ഇൻഫന്റ് മോർട്ടാലിറ്റി, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, then nutrition level, life expectancy, and those diseases which are communicable or those diseases which are not communicable. So ഈ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, എന്തിനു വേണ്ടിയിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്, ഒരു രാജ്യത്തിന്റെ ഹെൽത്ത് സിസ്റ്റം അസസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. One study points out that India has about 70% of the world's population, but it bears a frightening 20% of the global burden of diseases. Okay. ഈ അടുത്ത് നടന്ന ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്ത സമയത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം റിവീൽ ആയി. എന്തായിരുന്നു അത്? വൺ സ്റ്റഡി പോയിന്റ്സ് ഔട്ട് ദാറ്റ് ഇന്ത്യ ഹാസ് 17% ഓഫ് ദ വേൾഡ്സ് പോപ്പുലേഷൻ. ലോകത്തിന്റെ മൊത്തം ജനസംഖ്യ എടുത്താൽ അതിന്റെ 17% ആൾക്കാർ എവിടെ നിന്നാണ്? ഇന്ത്യ എന്നാണ്. പക്ഷേ it bears frightening 20% of the global burden of disease. പക്ഷെ ലോകത്തിന്റെ മൊത്തം ഡിസീസ് എടുത്തു കഴിഞ്ഞാൽ ആ ഡിസീസിന്റെ 20% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആരാണ്? ഇന്ത്യക്കാരാണ്. സോ വിച്ച് മീൻസ് നമ്മുടെ ഹെൽത്ത് സിസ്റ്റം അത്രയും പ്രോപ്പർ അല്ല. ഒരു മൊത്തം പോപ്പുലേഷനിൽ 17% ഇന്ത്യക്കാരാണ്. അതിൽ തന്നെ മൊത്തം പോപ്പുലേഷന്റെ മൊത്തം രോഗം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ 20% എന്താണ്? ഇന്ത്യക്കാർ തന്നെയാണ്. സോ which indicates that our health system is not proper. അപ്പം നമ്മൾ വിചാരിക്കും ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ടല്ലോ, പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, ആ ഹോസ്പിറ്റൽസ് കൂടുതലും പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആയിരിക്കും. അപ്പോൾ എല്ലാ ആളുകൾക്കും വേണ്ട രീതിയിലുള്ള പ്രോപ്പർ ചികിത്സ കിട്ടിക്കൊള്ളണമെന്നില്ല. എന്ന് വെച്ചാൽ പൈസ കൊടുക്കാതെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ചികിത്സ ഫെസിലിറ്റേറ്റ് ചെയ്യും, ആസ് ലൈക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്. നോ. സോ the right of health is being denied, അല്ലെങ്കിൽ അത് റെനൗൺസിയേറ്റ് ചെയ്യപ്പെടുകയാണ് ഒരുപാട് ആളുകൾക്ക്. സോ ഇറ്റ് is so pathetic to deal with, isn't it? So what is GBD? Global Burden of Disease എന്ന് വെച്ചാൽ എന്താണ്? So let's see. GBD is an indicator used by experts to gauge the number of people dying prematurely due to a particular disease, as well as the number of years spent by them in a state of disability owing to the disease. So GBD എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹെൽത്ത് ഇൻഡിക്കേറ്റർ ആണ്. ഹെൽത്ത് അപ്രൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാവുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ്. സോ ഇത് യൂസ് ചെയ്യുന്നത് എക്സ്പേർട്സ് ആണ്. ടു ഇന്റർപ്രറ്റ് ദിസ് ഇസ് ക്വൈറ്റ് കോംപ്ലിക്കേറ്റഡ് നോ. സോ വാട്ട് ഇറ്റ് അസസ്, അതെന്താണ് അസസ് ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് അസസ് അബൌട്ട് ദ നമ്പർ ഓഫ് പീപ്പിൾ ഡൈയിങ്
prematurely due to a particular disease. ഒരു രോഗം വന്ന് ഒരു particular kind of disease വന്ന് ആളുകൾ മരിക്കുന്നത് അസസ് ചെയ്യുന്നു, as well as the number of years spent by them in a state of disability. ഒരു particular disability സ്റ്റാൻഡിൽ എത്ര കാലം അവർ നിലനിന്നു. ഇപ്പം ലൈക്ക് ഒരു particular ഡിസീസ് ഉണ്ട്, ആ ഡിസീസ് ഒരു ഡിസബിലിറ്റിയും കൂടിയാണ്. ലൈക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കോമ സ്റ്റേജ് ഇറ്റ്സ് എ ഡിസബിലിറ്റി. നമുക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഇറ്റ്സ് എ ഡിസബിലിറ്റി. അപ്പോൾ അത്രയും കാലം എത്ര കാലം നമ്മളതിൽ കണ്ടിന്യൂ ചെയ്തു, അതിനുശേഷം നമ്മളൊരു പെർട്ടിക്കുലർ ഏജ് എത്തുന്നത്, നമ്മുടെ ഒരു ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി ഒക്കെ എത്തുന്നതിൻ്റെ എത്രയോ മുമ്പേ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഡിസീസ് വന്ന് മരിച്ചു പോകുന്നു. ഈ കാര്യങ്ങളെല്ലാം എന്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു? GBDയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പം GBD ഇസ് ദാറ്റ് കൈൻഡ് ഓഫ് എൻ ഇൻഡെക്സ് ഓർ ഇൻഡിക്കേറ്റർ ദാറ്റ് അസസ് the financial health in that way. In India, more than half of GBD is accounted for by communicable diseases such as diarrhea, malaria and tuberculosis. So, India നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ GBDയുടെ മേജർ പോർഷനും കമ്മ്യൂണിക്കബിൾ ഡിസീസാണ് അക്കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, കമ്മ്യൂണിക്കബിൾ ഡിസീസ് കൊണ്ടാണ് ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ് വരുന്നു, അങ്ങനെ ഡിസബിലിറ്റി ഉണ്ടാകുന്ന ആളുകൾ മരിച്ചു പോകുന്നു. ഈ കാര്യങ്ങളെല്ലാം GBDയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. സോ ഇന്ത്യയിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസാണ് മേജർ ഷെയർ ടു ദ GBD. ഓക്കെ, ഏതൊക്കെയാണത്? രോഗങ്ങൾ സാധാരണയായി ഡയറിയ, മലേറിയ ആൻഡ് ട്യൂബർക്യുലോസിസ്, ഇതൊക്കെയാണ് ഏറ്റവും കോമൺ ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന രോഗങ്ങൾ. എവറി ഇയർ അറൌണ്ട് 5 lakh ചിൽഡ്രൻ ഡൈ ഓഫ് വാട്ടർ ബോൺ ഡിസീസസ്. സോ വാട്ടറുമായി ബന്ധപ്പെട്ട ഡിസീസ് കൊണ്ട് ഏകദേശം 5 ലക്ഷത്തോളം ചിൽഡ്രൻസ് എല്ലാ വർഷവും ഇന്ത്യയിൽ മരിക്കുന്നുണ്ട്. ദ ഡേഞ്ചർ ഓഫ് എയ്ഡ്സ് ഇസ് ഓൾസോ ലൂമിങ് ലാർജ്. ഇപ്പം നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ വരുന്നതാണ് എയ്ഡ്സ്. ഓക്കെ, എയ്ഡ്സ് വന്നാൽ നമ്മളങ്ങനെ പറയാറില്ല, ലോകം വന്നു. ഓക്കെ, സോ എയ്ഡ്സ് ഇസ് ഓൾസോ ഇൻക്രീസിങ്, ദ റേറ്റ് ഓഫ് എയ്ഡ്സ് ഇസ് ഓൾസോ ഇൻക്രീസിങ്. പ്രോസ്റ്റിറ്റ്യൂഷൻ ലെവൽസ് ഒക്കെ ഒരുപാട് കൂടുന്നുണ്ട്. സോ എയ്ഡ്സും കൂടുന്നുണ്ട്. സോ all these are indicating that Indian health system is not that much healthy. ആരോഗ്യ സംവിധാനം അത്രമാത്രം ആരോഗ്യകരമല്ല ഇന്ത്യയിൽ. Though 70% of India's population lives in rural area, only 150 of its hospitals are located in rural areas. So ഇന്ത്യ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ ഗ്രാമങ്ങളിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മഹാത്മാഗാന്ധിയുടെ ഒരു കോട്ട് ഉണ്ട്. സോ ഇന്ത്യയിൽ 70% ആളുകളും ജീവിക്കുന്നത് എവിടെയാണ്? ഗ്രാമങ്ങളിലാണ്. പക്ഷേ ഗ്രാമങ്ങളിൽ നമുക്ക് എന്തില്ല? ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് വേണ്ട രീതിയിലുള്ള. ഓൺലി 150 ഓഫ് ഇറ്റ്സ് ഹോസ്പിറ്റൽസ് ആർ ലൊക്കേറ്റഡ് ഇൻ റൂറൽ ഏരിയാസ്. പക്ഷെ റൂറൽ ഏരിയാസിൽ 1/5 ഓഫ് ഇറ്റ്സ് ഹോസ്പിറ്റൽ, 1/5 ഹോസ്പിറ്റൽസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? റൂറൽ ഏരിയാസിൽ കാണാൻ പറ്റൂ. പക്ഷേ സംഭവം എന്ന് വെച്ചാൽ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ഇൻ ഇന്ത്യ ലിവിങ് ഇൻ റൂറൽ ഏരിയ. അപ്പോൾ അവർക്കൊരു മെഡിക്കൽ ആവശ്യം വന്നു കഴിഞ്ഞാൽ വേണ്ടത്ര മെഡിക്കൽ ഫെസിലിറ്റി എന്തില്ല? അവിടെ ഇല്ല. കാരണം എല്ലാം ഉള്ളത് സിറ്റീസിലാണ്. കാരണം ഹോസ്പിറ്റൽസ് ഓർ ഹെൽത്ത് കെയർ ഇറ്റ് സെൽഫ് ഈസ് എ മൾട്ടി സ്കെയിൽ ബിസിനസ്. അതാണ് അതിൻ്റെ പ്രശ്നം. റൂറൽ ഇന്ത്യ ഹാസ് ഓൺലി അബൌട്ട് ഹാഫ് ദ നമ്പർ ഓഫ് ദ ഡിസ്പെൻസറീസ്. സോ റൂറൽ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഹാഫ് നമ്പർ ഓഫ് ഡിസ്പെൻസറീസ് മാത്രമേ എവിടെ ഉള്ളൂ? വേണ്ട ഡിസ്പെൻസറീസിന്റെ പകുതി മാത്രമേ എവിടെ ഉള്ളൂ? ഈ പറയുന്ന വില്ലേജിലുള്ളൂ. ഓക്കെ, ഐ മീൻ റൂറൽ ഏരിയാസിൽ നമുക്ക് കാണാൻ പറ്റും. Okay, the PHCs, that is public health care, located in rural areas do not even offer X-ray or blood testing facilities. Rural area ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ റൂറൽ ഏരിയയിൽ മെഡിക്കൽ ഫെസിലിറ്റീസ് ഉണ്ടാവും, ഹെൽത്ത് സെന്റേഴ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ബേസിക് ആയിട്ടുള്ള എല്ലാ ഹെൽത്ത് സിസ്റ്റംസും അവിടെ ഉണ്ടോ എന്നുള്ള ഡൗട്ടാണ്. ഇപ്പൊ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ലൈക്ക് ബ്ലഡ് ടെസ്റ്റിംഗ് ഫെസിലിറ്റി അവിടെ ഉണ്ടോ? ഇറ്റ്സ് എ ഡൗട്ട്. എക്സ്റേ അവിടെ ഉണ്ടോ? ഇറ്റ്സ് എ ഡൗട്ട്. ഓൾ ദീസ് തിങ്സ് ആർ ഡൗട്ട്. ഓക്കെ, അപ്പം ഹെൽത്ത് സിസ്റ്റം ഉണ്ട് റൂറൽ ഏരിയാസിൽ, പക്ഷെ അത് 1/5 മാത്രമാണ് ഉള്ളത്. വേണ്ടതിന്റെ 1/5 മാത്രമേ ഉള്ളൂ. ഈവൻ ദോ 70% ഓഫ് ദ പീപ്പിൾ ആർ ഇൻ റൂറൽ ഏരിയ. അവിടെ തന്നെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടോ എന്നുള്ള സംശയമാണ്. So villagers have no access to any specialized medical care like pharma, like pediatrics, gynecology, then anesthesia and obstetrics. So villagers have no access to any specialized medical care like pediatrics, gynecology, anesthesia and ഒബ്സ്റ്ററിക്സ്. ലൈക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ കെയറിനും വില്ലേജസിന്, ഗ്രാമവാസികൾക്ക് ആക്സസ് കിട്ടുന്നില്ല. അവർക്ക് ബേസിക് ആയിട്ടുള്ള വല്ല സംഭവം പ്രൊവൈഡ് ചെയ്യാൻ മാത്രമേ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിന് അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിന് സാധിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ പക്ഷെ അതേ സമയത്ത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഒന്നും ആർക്ക് അവൈലബിൾ ആവുന്നില്ല, ഹെൽത്ത് കെയർ പീപ്പിളിന് അവൈലബിൾ ആവുന്നില്ല. ലൈക്ക് ഗൈനക്കോളജി, അനസ്തേഷ്യ, ഈ കാര്യങ്ങൾ, ഇങ്ങനെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഒന്നും ആർക്ക് അവൈലബിൾ ആവുന്നില്ല, മെഡിക്കൽ പീപ്പിളിന് അവൈലബിൾ ആവുന്നില്ല. The shortage of doctors in rural areas still persists. ഇപ്പൊ വേണ്ടത്ര ഡോക്ടേഴ്സ് ഇല്ല റൂറൽ ഏരിയാസിൽ.
ഓക്കെ, ചിലപ്പോൾ ഒരാളൊക്കെ കാണും ഒരു വില്ലേജിൽ. സോ അയാൾക്ക് മീറ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന സപ്ലൈക്ക് വലിയൊരു എത്ര ആളെ അയാൾക്ക് മീറ്റ് ഔട്ട് ചെയ്യാം? ദാറ്റ് വിൽ ബി എ ക്വസ്റ്റ്യൻ, isn't it? The shortage of doctors in rural areas still persists, while 1/5 of those doctors graduates leave the country for better monetary prospectus. So നമ്മൾ ഒരുപാട് പറയുന്ന മെഡിക്കൽ സ്റ്റുഡൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 5-1 മാത്രം ഇന്ത്യയിൽ നിന്ന്, ബാക്കിയുള്ളവരൊക്കെ എങ്ങോട്ട് പോകും? So while 1/5 of these doctors graduate, 5-1 കൂട്ടം ആളുകൾ അങ്ങോട്ട് പോകും. ഇപ്പൊ 5 ആൾ പഠിച്ചിറങ്ങിയാൽ 5-ൽ 1 മിനിമം വിദേശത്തേക്ക് പോകും. എന്തിനു വേണ്ടി? ബെറ്റർ മോണിറ്ററി ബെനിഫിറ്റിന്. അവർക്ക് അവിടെ നല്ല ശമ്പളം കിട്ടും, സോ അവരങ്ങോട്ട് പോകും. പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ ഹെൽത്ത് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നില്ല, ഇവിടെ നിലകൊള്ളുന്നില്ല. So the shortage of doctors in rural areas still persists, while 1/5 of these doctors graduate leave the country for better monetary prospectus. Many others opt for private hospitals, which are mostly located in urban areas. So പഠിച്ചിറങ്ങുന്ന മെഡിക്കൽ സ്റ്റുഡൻസിൽ, ഡോക്ടേഴ്സിൽ 5-ൽ 1 എന്ത് ചെയ്യും? ഒന്നെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകും, അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലേക്ക് പോകും. എന്തിനു വേണ്ടിയിട്ട്? ടു ഡു ദെയർ വർക്ക് ദെയർ, ടു ഗെറ്റ് മോർ മോണിറ്ററി ബെനിഫിറ്റ്. ഓക്കെ, അപ്പോൾ റൂറൽ ഏരിയയിലും വില്ലേജിലും ഗവൺമെന്റിന് വേണ്ടി വർക്ക് ചെയ്യാനോ ജനങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാനോ മെഡിക്കൽ ഫെസിലിറ്റീസ് ഇല്ല. സോ ദാറ്റ് ഈസ് ദ റീസൺ വൈ വി ആർ ഹാവിംഗ് ഷോർട്ടേജ് ഓഫ് ഡോക്ടേഴ്സ്. So then women's health, this is also a part of infrastructure. Women inequality, so it's a part of what? Infrastructure. So women's health, നമ്മുടെ സ്ത്രീകളുടെ ആരോഗ്യ കാര്യങ്ങളെ പറ്റി നമുക്കൊന്ന് ജസ്റ്റ് we can discuss it. Okay, women constitute about half of their total population in India. മൊത്തം രാജ്യത്തിന്റെ പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ പകുതിയും ആരാണ്? വിമൻസ് ആണ്, സ്ത്രീകളാണ്. ഓക്കെ, they suffer many disadvantages as compared to men. ആണുങ്ങളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്ത്രീകൾ ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് സഫർ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് അവർ സഹിക്കുന്നുണ്ട്? We can see in the areas of education, participation in economic activities and healthcare. So പുരുഷന്മാരായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അവർ ഫേസ് ചെയ്യുന്ന ഡിസഡ്വാൻറ്റേജസ്, ഇപ്പം എഡ്യൂക്കേഷൻ, ചില സമയത്ത് വുമൺ എഡ്യൂക്കേഷൻ ഇസ് നോട്ട് അലൗവബിൾ. സോ പാർട്ടിസിപ്പേഷൻ ഇൻ എക്കണോമിക് ആക്ടിവിറ്റീസ്, അവർ എക്കണോമിക് ആക്ടിവിറ്റീസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അവരെ സഹായിക്കും. അവർക്ക് ഒരു സന്ദർഭം ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ, ആരോഗ്യപരമായ കാര്യങ്ങളൊന്നും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാൻ അവരുടെ ഹെൽത്ത് കെയറിനൊന്നും വേണ്ട രീതിയിലുള്ള ഒരു സപ്പോർട്ടൊന്നും അവർക്ക് ഫെസിലിറ്റേറ്റ് ആവുന്നില്ല. സോ വുമൻസിന്റെ ഹെൽത്തിൽ ഒരുപാട് ഡിസഡ്വാൻറ്റേജ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ദ ഡിറ്റോറിയേഷൻ ഇൻ ദ ചൈൽഡ് സെക്സ് റേഷ്യോ ഇൻ ദ കൺട്രി ഫ്രം 927 in 2001 to 914 in 2011 points to the growing incidence of female foeticide. Okay, so ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? വുമൻസിന്റെ ഈ പറയുന്ന വുമൺ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ വുമൺ ഹാഫ് പോപ്പുലേഷൻ വുമൻസ് ആണ്, പക്ഷെ അതേ സമയത്ത് അവർക്ക് ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് സംഭവിക്കുന്നു. More than 50% of the married women in the age group of 15 to 49 years have anemia and nutritional anemia caused by iron deficiency, which has contributed to 9% of maternal deaths. So മാരീഡ് വുമൻസിന്റെ 15 മുതൽ 45 വയസ്സ് വരെ 49 വയസ്സ് വരെ ഏജ്ഡ് ആയിട്ടുള്ള വുമൻസിൽ, മാരീഡ് വുമൻസിൽ ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് കണ്ടുവരുന്നുണ്ട്. ലൈക്ക് അനീമിയ, ന്യൂട്രീഷണൽ അനീമിയ കോസ്ഡ് ബൈ അയൺ ഡെഫിഷ്യൻസി. വേണ്ട രീതിയിലുള്ള അയൺ കമ്പോണന്റ്, ഐ മീൻ ഇരുമ്പസത്ത് ശരീരത്തിലില്ലാത്തതുകൊണ്ട് അവർക്ക് അനീമിയ അതുപോലെ ഡിസീസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ കണ്ടുവരുന്നുണ്ട്. വിച്ച് ഹാസ് കോൺട്രിബ്യൂട്ടഡ് ടു 9% ഓഫ് മെറ്റേണൽ ഡെത്ത്. അത് 19% ഓഫ് മെറ്റേണൽ ഡെത്തിലേക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മെറ്റേണൽ ഡെത്തിന് അത് കാരണമാവുന്നുണ്ട്. 19% മെറ്റേണൽ ഡെത്തിന് കാരണമാവുന്നത് 15 മുതൽ 49 വയസ്സിലുള്ള സ്ത്രീകളിൽ കണ്ടുവരുന്ന ഈ അനീമിയ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ന്യൂട്രീഷൻ്റെ അഭാവം കൊണ്ടാണ് സംഭവിക്കുന്നത്. അബോർഷൻസ് ആർ ഓൾസോ എ മേജർ കോസ് ഓഫ് മെറ്റേണൽ മോർട്ടാലിറ്റി ഇൻ ഇന്ത്യ. അബോർഷൻ, ഗർഭവലസിപ്പിക്കുക ഇന്റൻഷനലി. സോ അബോർഷൻ ഇസ് ഓൾസോ എ റീസൺ ഫോർ മെറ്റേണൽ മോർട്ടാലിറ്റി ഇൻ ഇന്ത്യ. പക്ഷെ ഇതെല്ലാം സഫർ ചെയ്യുന്ന സ്ത്രീകളാണ്. സോ ഓൾ സിറ്റിസൺ ക്യാൻ ഗെറ്റ് ബെറ്റർ ഹെൽത്ത് ഫെസിലിറ്റി ഇഫ് പബ്ലിക് ഹെൽത്ത് സർവീസ് ആർ ഡിസെൻട്രലൈസ്ഡ്. ലൈക്ക് പബ്ലിക് ഹെൽത്ത് സിസ്റ്റം ഡിസെൻട്രലൈസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും വേണ്ട രീതിയിലുള്ള നല്ല ഹെൽത്ത് സിസ്റ്റം എന്ത് ചെയ്യും, കിട്ടും. പക്ഷെ അത് ഉണ്ടോ എന്നുള്ളതാണ് സംശയം. സക്സസ് ഇൻ ദ ലോങ് ടേം ബാറ്റിൽ അഗെയിൻസ്റ്റ് ഡിസീസ് depends on education and efficient health infrastructure. Efficient health infrastructureലാണ് ലോങ് ടേം ഈ പറയുന്ന ലൈക്ക് സക്സസ്. സോ നമ്മുടെ ഡിസീസിനെതിരെയുള്ള ബാറ്റിൽ, ഇപ്പം നമ്മൾ കൊറോണ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡിസീസിനെതിരെയുള്ള ബാറ്റിലൊക്കെ പ്രോപ്പറായിട്ട് നമുക്ക് ഡിസീസൊക്കെ പ്രിവെന്റ് ചെയ്യണം. എന്ത് വേണം? നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഹെൽത്ത് സിസ്റ്റം, ഹെൽത്ത് ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്ക് അത്യാവശ്യമാണ്.
Okay, the role of telecom and IT sector played a vital part of creating efficient health infrastructure in our country. Efficient ആയിട്ടുള്ള health infrastructure facilitate ചെയ്യാൻ നമ്മുടെ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ഇൻഫർമേഷൻ ടെക്നോളജിയും വലിയ രീതിയിലുള്ള ഒരു റോൾ എടുക്കുന്നുണ്ട്. The effectiveness of healthcare programs rest on primary healthcare. സോ ഹെൽത്ത് കെയർ പ്രോഗ്രാംസ് എഫക്റ്റീവ് ആയിട്ട് നടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്റർ പ്രോഗ്രാംസിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം. പ്രൈമറി ഹെൽത്ത് കെയർ സിസ്റ്റത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം. ഈ രീതിയിൽ മാത്രമേ പ്രോപ്പർ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദാറ്റ് ഈസ് അബൌട്ട് ഇന്ത്യാസ് ഹെൽത്ത് സിസ്റ്റം. നമ്മൾ ഹെൽത്ത് സിസ്റ്റത്തെ പറ്റി കണ്ടു, ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി കണ്ടു, നമ്മൾ എനർജി ഡിസ്കസ് ചെയ്തു, ഹെൽത്ത് ഡിസ്കസ് ചെയ്തു, വുമൻസിന്റെ ഹെൽത്തും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തു. സോ ദാറ്റ് ഈസ് അബൌട്ട് ദി ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ദാറ്റ് ഈസ് ഇൻ ഇന്ത്യ. ഓക്കെ, താങ്ക് യു.